Okay, welcome all of you. Today's section, Central University MCOM Orientation. Okay, I am Munawar Jasim, Assistant Professor, EMA College, PG Department of Commerce. Okay, ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ്സുകൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആണ്. കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് അറിയണം. അതോടൊപ്പം തന്നെ സെക്കൻഡ് ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ യൂണിവേഴ്സിറ്റി റാങ്കിങ്, ഓക്കെ, ദെൻ ക്യാമ്പസ് ഫെസിലിറ്റീസ്. ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ മെയിൻ അട്രാക്ഷൻസ് അല്ലെങ്കിൽ മെയിൻ ക്യാമ്പസ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. ദെൻ അക്കാദമിക് ഫെസിലിറ്റീസ്, ക്യാമ്പസ് ഫെസിലിറ്റീസ് മാത്രമല്ല എന്തൊക്കെ അക്കാദമിക് ഫെസിലിറ്റീസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഡൽഹി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷെഫീഖ് സാർ ഉണ്ട് നെക്സ്റ്റ് സെക്ഷനിൽ. സാർ അലിഗഡ് യൂണിവേഴ്സിറ്റിയും ജാമിയ മില്ലയും അത് പോലുള്ള യൂണിവേഴ്സിറ്റീസ് സാർ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ രണ്ട് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ എക്സാം ഷെഡ്യൂൾ 2021 എക്സാം ഷെഡ്യൂൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എക്സാം ഷെഡ്യൂൾ, ദെൻ എക്സാം പാറ്റേൺസ്, ദെൻ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ MCOM സിലബസ്, ദെൻ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി MCOM എലിജിബിലിറ്റി. ഓക്കെ, MCOM അവിടെ ബിസിനസ് ഫൈനാൻസും അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എലിജിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ദെൻ എൻട്രൻസ് എക്സാം ഫീസ്, ദെൻ കോഴ്സ് ഫീസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് വളരെ ഷോർട്ടായിട്ട് പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള MCOM എൻട്രൻസ് കോച്ചിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഷെഫീഖ് സാറ് അലിഗഡ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള ജാമിയ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടൊക്കെ സാറും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും ഫുള്ളായിട്ട് ഈ സെക്ഷൻ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കേട്ടിരിക്കുക. ഓക്കെ, ദെൻ നേരെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് എടുക്കുകയാണ്. എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, in India there are three different types of public funded universities. ഇന്ത്യയിൽ 3 പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് ആണ് മെയിൻ ആയിട്ട് നിലനിൽക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, സെക്കൻഡ് വൺ ആണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, തേർഡ് വൺ ആണ് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളത്. ഇങ്ങനെ പബ്ലിക് ഫണ്ട് യൂസ് ചെയ്തിട്ടുള്ള 3 യൂണിവേഴ്സിറ്റീസ് ആണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ അതിൽ ആ പേര് പോലെ തന്നെയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ ഫണ്ട് യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിനെയാണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പാർലമെന്റ് ഒരു പ്രത്യേക നിയമപ്രകാരം ഒരു ആക്ട് പാസ്സാക്കിയിട്ട് നിലവിൽ വന്ന യൂണിവേഴ്സിറ്റീസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്. ഇത് MHRD അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻസിന്റെ അണ്ടറിലാവും ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫംഗ്ഷൻ ചെയ്യാം. ഫുള്ളി ഫണ്ടഡ് ഫ്രം ദി സെൻട്രൽ ഗവൺമെന്റ് ആവും. സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് യൂസ് ചെയ്ത് ഫംഗ്ഷൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിനെയാണ് നമ്മൾ സെൻട്രൽ MHRD അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ ഫണ്ട് യൂസ് ചെയ്ത് ഫംഗ്ഷൻ ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിനെയാണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ പറഞ്ഞ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് നമ്മൾക്ക് അറിയില്ല, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് യൂസ് ചെയ്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന്. പിന്നെ തേർഡ് ഒരു കാറ്റഗറീസ് ഉണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്. പബ്ലിക് ഫണ്ടഡ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. മറ്റേത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയാൻ അറിയല്ലോ, പ്രൈവറ്റ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് ആവും, പ്രൈവറ്റ് പാർട്ടീസിൻ്റെ ആവും, പ്രൈവറ്റ് ഓർഗനൈസേഷൻ കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് ആവും. ഇവർക്ക് സെപ്പറേറ്റ് അഡീഷണൽ എയ്ഡഡ് കോളേജസ് ഒന്നും അലോട്ട് ചെയ്യാനുള്ള പെർമിഷനോ അല്ലെങ്കിൽ ഒറ്റ യൂണിവേഴ്സിറ്റി ആയിട്ട് മാത്രം നിലനിൽക്കുന്ന പ്രൈവറ്റ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസിനെയാണ് നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഓഫ് ക്യാമ്പസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒറ്റ സിംഗിൾ ക്യാമ്പസ് ആവും. അഫിലിയേറ്റഡ് കോളേജസോ അല്ലെങ്കിൽ ഓഫ് ക്യാമ്പസുകളൊന്നും ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് ഉണ്ടാവില്ല. പക്ഷെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് അങ്ങനെയല്ല. ഓഫ് ക്യാമ്പസുകൾ പ്രൊവൈഡ് ചെയ്യാനും അഫിലിയേറ്റഡ് കോളേജസ് പ്രൊവൈഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഗവൺമെന്റ് സ്പെഷ്യൽ സ്കീമുകളിലൂടെ മറ്റൊന്നാണ് ഗവൺമെന്റ് ഫണ്ടും ഇവർക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് സയൻസ്, ദെൻ കേരള കലാമണ്ഡലം, ജാമ്യ അംദർദ്, ദെൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ഇതൊക്കെ എന്താണ് ഫേമസ് ആയിട്ടുള്ള നമ്മൾ കേട്ട് പരിചയമുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റീസ്. 3 ടൈപ്സ് ഓഫ് പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് ആണ് നിലവിലുള്ളത്. ആ മൈക്കൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യട്ടെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മൈക്കൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ മാത്രം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കട്ടോ. ഓക്കെ, ദെൻ നമുക്കറിയാം പ്രോമിനന്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ പ്രോമിനന്റ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന്.
ഇത്രയാണ് ഇന്ന് പ്രോമിനന്റ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്. പിന്നെ ഏകദേശം 50-ലധികം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ സ്റ്റിൽ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ്. CUCET-ലും ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, വേറെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ ഏകദേശം 50 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എത്രയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് യൂസ് ചെയ്തിട്ട് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പൊ അതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കുക സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ. സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഫസ്റ്റ് വണ്ണാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഗെറ്റ് മോർ ഫണ്ട് ഫ്രം സെൻട്രൽ ഗവൺമെന്റ്. നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് യൂസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മോർ ഫണ്ട് അവൈലബിൾ ആവും ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. കാരണം ഗവൺമെന്റ് സ്കീംസിലൂടെയാണ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ഫെസിലിറ്റീസിനാണെങ്കിലും, ഏതൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനാണെങ്കിലും, ബിൽഡിങ്ങിനാണെങ്കിലും, ഓഡിറ്റോറിയത്തിനാണെങ്കിലും, ഏതൊരു കാര്യത്തിനാണെങ്കിലും എന്താണ് മോർ ഫണ്ട് അവൈലബിൾ ആവും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് എന്നുള്ളതാണ്. The second one ആണ് eligibility criteria in top central universities in high and demands good academic backgrounds. Okay, eligibility criteria സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈ ആയിരിക്കും. അതുപോലെ നല്ലൊരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അതുപോലെ അവിടുത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിനും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹൈ ക്രൈറ്റീരിയ ആയിരിക്കും എന്നുള്ളതാണ്. Then get better quality of students mainly through central level exams ഫ്രം ഓൾ ഓവർ ദി കൺട്രി. ഓക്കെ, രാജ്യം മൊത്തമായിട്ട് നടക്കുന്ന എൻട്രൻസ് എക്സാമിലൂടെ ഉള്ള ആണ് നമ്മൾക്ക് ഓരോരുത്തർക്കും അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഡിഗ്രീന്റെ മാർക്ക് നോക്കിയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് എല്ലാം രാജ്യം മൊത്തം നടത്തുന്ന സെൻട്രൽ എൻട്രൻസ് എക്സാമിന്റെ ബേസിലാണ് ഓരോ സ്റ്റുഡൻസും അവിടെ അഡ്മിഷൻ അവൈലബിൾ ആകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗെറ്റ് ബെറ്റർ ക്വാളിറ്റി സ്റ്റുഡൻസ് ആണ് ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒന്നാണ് ഫാക്കൽറ്റീസ് ആൻഡ് അക്കാദമിക് സ്റ്റാഫ്സ് ഗെറ്റ് ഹയർ സാലറീസ്. ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള ഓരോ ഫാക്കൽറ്റീസിനും ഓരോ എംപ്ലോയീസിനും ഹയർ സാലറീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ക്വാളിറ്റി ടീച്ചേഴ്സും പ്രൊഫസേഴ്സും മാത്രമേ അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവുള്ളൂ. ലാക്സ് ഓഫ് റുപ്പീസ് ആണ് ഓരോ പ്രൊഫസേഴ്സിനും സ്റ്റാർട്ടിങ് സ്കെയിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈലി സ്കിൽഡ് ആൻഡ് പ്രൊഫസേഴ്സ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. Then next one ആണ് മെയിൻ ഫോക്കസ് ഫോർ സ്റ്റഡി ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഓൺ മാസ്റ്റേഴ്സ് ആൻഡ് PhDs. ഓക്കെ, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് PG-യിലും അതുപോലെ PhDs ആണ്. ഇന്റഗ്രേറ്റഡ് കോഴ്സുകളും UG കോഴ്സുകൾ ഉണ്ടെങ്കിലും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലും അതുപോലെ തന്നെ PhDs ആണ്. റിസർച്ച് ഓറിയന്റഡ് ആണ് അധികം സെൻട്രൽ യൂണിവേഴ്സിറ്റീസും എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് റിസർച്ച് സ്കോളേഴ്സ് ഗെറ്റ് മോർ സ്റ്റൈപ്പൻഡ്. ഓക്കെ, അവിടെ പഠിക്കുന്ന ഓരോ റിസർച്ച് സ്കോളേഴ്സിനും കൂടുതൽ സ്റ്റൈപ്പൻഡ് കിട്ടാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട് എന്നുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. കാരണം യൂണിവേഴ്സിറ്റി സ്റ്റൈപ്പൻഡ് ഉണ്ടാവും, ബാക്കിയുള്ള ഓരോ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും സ്റ്റൈപ്പൻഡ് സ്കോളർഷിപ്പും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ കൂടുതൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് ഈച്ച് യൂണിവേഴ്സിറ്റി ആസ് ഇറ്റ് ഇസ് ഓൺ ചാൻസലർ ആൻഡ് വൈസ് ചാൻസലർ. ചാൻസലർ ക്യാൻ ബി ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് വൈസ് ചാൻസലർ ഉണ്ടായിരിക്കും. ചാൻസലർ എന്നുള്ളത് എന്താണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആവും, അതിന്റെ ചാൻസലർ വൈസ് ചാൻസലർ ആണ് ഉണ്ടാകുക ഓരോ യൂണിവേഴ്സിറ്റീസിനും. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് പറ്റും നമ്മൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് പഠിക്കുന്നത് എങ്കിൽ. നെക്സ്റ്റ് വൺ ആണ് ബെറ്റർ എക്സ്പോഷർ. ഓക്കെ, ബെറ്റർ എക്സ്പോഷർ ഒരു മിക്സഡ് ഇന്ത്യൻ കൾച്ചർ ആകുമ്പോൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ ഏരിയാസിൽ നിന്നും ഓരോ സ്റ്റേറ്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ഉള്ള സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ബെറ്റർ എക്സ്പോഷർ അവൈലബിൾ ആവുന്ന ആ ഒരു ഡിഫറെന്റ് കൾച്ചറിൽ പഠിക്കുമ്പോൾ തന്നെ എല്ലാ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്സും കൾച്ചറും നമുക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് കരിക്കുലം ഈസ് കോംപ്രഹെൻസീവ് ആൻഡ് വെൽ സ്ട്രക്ചേർഡ്. ഓക്കെ, ഒരു വെൽ സ്ട്രക്ചേർഡ് കരിക്കുലായിരിക്കും നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്ഡേറ്റഡ് സിലബസ് ആയിരിക്കും. ആ കറക്റ്റ് ടൈമിന് എക്സാംസും കറക്റ്റ് ടൈമിന് റിസൾട്ട്സും ഔട്ട് ചെയ്യും. ഒരു വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം ഫോളോ ചെയ്യും എന്നുള്ളതാണ്. ലാസ്റ്റ് പറയുന്നുണ്ട് വെൽ സ്ട്രക്ചേർഡ് അക്കാദമിക് ആൻഡ് ക്യാമ്പസ് ഫെസിലിറ്റീസ് ആണ്. ഓക്കെ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ക്യാമ്പസ് ഫെസിലിറ്റീസും അക്കാദമിക്സും ആയിരിക്കും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പം കാണുന്ന പോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോലെയല്ല. കറക്റ്റ് ആയിട്ടുള്ള മാസ്റ്റർ ടൈം ടേബിൾ ഉണ്ടാവും, ടൈം ടേബിൾ ഉണ്ടാവും. ഓരോ ടൈമിലും എന്താണ് എക്സാംസ് നടത്തും. വിത്തിൻ 15 days ഓർ 20 daysന്റെ ഉള്ളിൽ അവർ റിസൾട്ട് ഔട്ട് ചെയ്യും. അതിന്റെ ഇംപ്രൂവ്മെന്റ്സ് അതിന്റെ റിസൾട്ട് ഔട്ട് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് സെമ്മ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓരോ ഓഡ് സെമ്മും ഈവൻ സെമ്മും കറക്റ്റ് ടൈമിന് എക്സാം നടത്തും. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഒഴിച്ച് നിർത്തിയാലേ ബാക്കി ഓരോന്ന് കറക്റ്റ് ടൈം ഒരു സിസ്റ്റമാറ്റിക് മാനറിലാണ് അവർ ഫോളോ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ദെൻ മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിന്റെ റാങ്കിങ് നോക്കുക. അപ്പൊ മനസ്സിലാവും ഇന്ത്യയിലെ ഏതൊക്കെയാണ് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്.
ഇത് NERF റാങ്കിങ് 2020 റാങ്കിങ് പ്രകാരമാണ് കാണിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുക, അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടും മെയിൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, മെയിൻ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത്. NERF എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഗനൈസേഷനും റാങ്കിങ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റീസിന്റെ റാങ്കിങ് മാത്രമാണ് ഇവിടെ എടുത്തത്. ഫസ്റ്റ് ഒന്നാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNU. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് JNU എന്നുള്ളത്. ദ സെക്കൻഡ് ഒന്നാണ് ബനാറസ് എന്നുള്ളത്, NERF റാങ്ക് 3 ആണ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ദ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, HU എന്നറിയപ്പെടുന്ന ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. Then Delhi University, then Jamia Millia Islamia, then Aligarh Muslim University, then Vishwabharati Kolkata, then Tesbur University, then Punjab University, then Pondicherry Central University, then Northeastern Hill University, Assam University, Baba Sahib Bhimrao Ambedkar University, Central Agriculture University of Imphal, then Central University of Gujarat Gandhinagar, then Central University of ഹരിയാന. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു 15 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്. അതിന്റെ റാങ്കിങ് ആണ് കാണിച്ചത്. ഇതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നോട്ട് ചെയ്യാം, ഒന്ന് JNU വരുന്നുണ്ട്, ദെൻ ബനാറസ് വരുന്നുണ്ട്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, ഡൽഹി വരുന്നുണ്ട്, ദെൻ ജാമിയ മില്ലിയ വരുന്നുണ്ട്, അലിഗഡ് വരുന്നുണ്ട്, ദെൻ വിശ്വഭാരതി, തെസ്ബൂർ, പഞ്ചാബ്, പോണ്ടിച്ചേരി. ഇതാണ് ഫസ്റ്റ് 10 വരുന്ന യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്. ഇതിൽ റാങ്കിങ് ഓരോ വർഷം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അടുത്ത വർഷം ചിലപ്പോൾ ഡൽഹി ആവും, അല്ലെങ്കിൽ അലിഗഡോ അല്ലെങ്കിൽ ബനാറസ് ഒക്കെ വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് 10 15 വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് പറഞ്ഞത്. ഓക്കെ, ദെൻ നമ്മളൊന്ന് അവിടെ ഫസ്റ്റ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിന്റെ ഒക്കെ ക്യാമ്പസ് ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഒക്കെ ഏകദേശം സിമിലർ ആണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഏകദേശം സിമിലർ ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ കുറിച്ചിട്ടാണ്. ബാക്കിയുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും, ഇപ്പൊ അലിഗഡ് ആണെങ്കിലും AIMU ആണെങ്കിലും JNU ആണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും ബനാറസ് ആണെങ്കിലും ഒക്കെ ഇതിന് മുകളിൽ റാങ്ക് വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പൊ അവിടെയുള്ള ഫെസിലിറ്റീസ് ഇതിനായിട്ടെങ്കിലും കുറച്ചും കൂടെ കൂടുന്നേ ഉണ്ടാവുള്ളൂ, കുറയാൻ ചാൻസ് ഇല്ല. പിന്നെ എന്തുകൊണ്ട് നമ്മൾ പോണ്ടിച്ചേരി എടുത്തു എന്ന് വെച്ചാൽ മലയാളീസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത്. അത് കൂടുതൽ ക്യാമ്പസ് ഫെസിലിറ്റീസ് ഉണ്ട്, അക്കാദമിക് കൾച്ചേഴ്സ് ഉണ്ട്. ദെൻ മലയാളീസിനെ നമുക്ക് ഏറ്റവും ആക്സസ് ചെയ്യാൻ ഒന്നും കൂടി ഈസിയാണ്. ജസ്റ്റ് 14 hours ട്രാവലിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ട്രാവലിംഗ് ഫെസിലിറ്റീസും എല്ലാ ഫെസിലിറ്റീസും ഉള്ളത് കൊണ്ടാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റീസ് മലയാളീസ് കൂടുതൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നോക്കുക, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ ക്യാമ്പസ് ഫെസിലിറ്റീസ് ആണ് ഞാൻ അവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ക്യാമ്പസ് സ്പ്രെഡ് ഓവർ 900 acres. ഓക്കെ, 900 ഏക്കറിൽ വിശാലമായി കിടക്കുന്ന ഒരു ക്യാമ്പസ് ആണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്. ഹൈദരാബാദ് 2000 acres ആണ്. ഓക്കെ, അപ്പം ഓക്കെ, then free Wi-Fi facilities all over the campus. 100% Wi-Fi facilities ആണ് all over the campus. ക്യാമ്പസ് മൊത്തം നമുക്ക് ഫ്രീ ആയിട്ടുള്ള Wi-Fi facilities അവൈലബിൾ ആവും. ഹോസ്റ്റലിലാണെങ്കിലും ക്യാൻറ്റീനിലാണെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സിലാണെങ്കിലും ജിമ്മിലാണെങ്കിലും സ്റ്റേഡിയം എവിടെയാണെങ്കിലും എന്താണ് ഫ്രീ ആയിട്ടുള്ള Wi-Fi facilities അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ചില സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഫ്രീ ആയിട്ടുള്ള Wi-Fi facilities അവൈലബിൾ ആണ്. ദെൻ AC ക്ലാസ് റൂം നമ്മളെ സംബന്ധിച്ച് കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച്, അവിടെ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫൈനാൻസും അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനും ആണുള്ളത്. നമ്മളെ സംബന്ധിച്ചും സ്കൂൾ ഓഫ് മാനേജ്മെന്റിലുള്ള ഓരോ ക്ലാസ് റൂമുകളും AC ക്ലാസ് റൂമുകളാണ്. പുതിയ എസ്റ്റാബ്ലിഷ് ചെയ്ത ബിൽഡിങ്ങുകൾ AC അറ്റാച്ച് ചെയ്തിട്ടില്ല, വർക്കിങ്ങിലാവും. പക്ഷെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ഫുള്ള് AC ക്ലാസ് റൂമുകളാണ് എന്നുള്ളതാണ്. 4 ACs ഓരോ ക്ലാസ് റൂമിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ദെൻ 24/7 ലൈവ് ക്യാമ്പസ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റാത്തൊരു ഇതാണ് 24/7 ലൈവ് ക്യാമ്പസ്. അതായത് 24 hours നമുക്ക് ക്യാമ്പസിലൂടെ ഏത് രീതിയിലും ക്യാമ്പസിൽ കറങ്ങാന്നുള്ളതാണ്. അവിടെ ക്ലോസിംഗ് ടൈം, ഗ്രേറ്റ് ക്ലോസിംഗ് ടൈം, അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. 24 hours ലൈവ് ക്യാമ്പസ് ആണ്. ദെൻ ക്യാമ്പസ് ഫെസിലിറ്റീസ് ആണ്. ക്യാമ്പസിനുള്ളിൽ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന പർച്ചേസിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സുകളും ക്യാമ്പസിനുള്ളിൽ തന്നെ അവൈലബിൾ ആണ്. ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ഓക്കെ, അവിടെ മെയിൻ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സുകളും അവൈലബിൾ ആണ്. ദെൻ ജെൻസ് ആൻഡ് ലേഡീസ് ജിംനേഷ്യംസ് ഉണ്ട്. ദെൻ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്. ഓക്കെ, ഏകദേശം 15-ലധികം ബോയ്സ് ഹോസ്റ്റലും 8-ലധികം ഗേൾസ് ഹോസ്റ്റലും പിന്നെ ട്രാൻസിസ്റ്റേഴ്സ് ഹോസ്റ്റല്, ദെൻ ഫോറിൻ സ്റ്റുഡൻസ് ഹോസ്റ്റല്. ഓക്കെ, അപ്പൊ അത്രയും ഹോസ്റ്റൽ സർവീസുകളും ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്.
Then all sports item courts, cricket court, then football, volleyball, basketball, tennis, table tennis, ഇങ്ങനെയുള്ള എല്ലാ സ്പോർട്സ് ഐറ്റത്തിന് സെപ്പറേറ്റ് കോർട്ടുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഒന്നിലധികം കോർട്ട് ഉണ്ട്. ക്രിക്കറ്റിനാണെങ്കിലും ഫുട്ബോളിനാണെങ്കിലും ബാസ്കറ്റിനാണെങ്കിലും ടെന്നീസിനാണെങ്കിലും ഒക്കെ. ഓക്കെ, അപ്പൊ ഏത് ഈവനിങ് ആണെങ്കിലും നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ഐറ്റം അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ക്യാൻറ്റീൻസ്, ക്യാമ്പസ് മൊത്തം 4 ക്യാൻറ്റീൻസ് അവൈലബിൾ ആണ്. ഓരോ ഏരിയാസിലും ഓരോ ക്യാൻറ്റീൻസ് ഉണ്ടാവും. കാരണം ഇങ്ങനെ 900 ഏക്കറിൽ വിശാലമായിട്ട് കിടക്കുന്ന ഒരു ക്യാമ്പസ് ആണ്. അപ്പം ഒരു ക്യാൻറ്റീനും ഓരോ ക്യാൻറ്റീൻസ് ഓരോ ഡിഫറൻസിലും ഓരോ ഏരിയാസിലും ഓരോ ക്യാൻറ്റീൻസ് ഉണ്ടാവും. ദെൻ ഹെൽത്ത് സെന്റർ ഫെസിലിറ്റീസ്, ക്യാമ്പസിനുള്ളിൽ തന്നെ നമുക്ക് ഒരു ഹെൽത്ത് സെന്റർ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് 24 hours. ഇൻക്ലൂഡിങ് ആംബുലൻസ് സർവീസ്, സെപ്പറേറ്റ് ഒരു ആംബുലൻസ് സർവീസ് അടക്കമുള്ള ഹെൽത്ത് സെന്റർ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഡേ ടൈം 2 ഡോക്ടേഴ്സും നൈറ്റ് ടൈം ഒരു ഡോക്ടറും ആ ഒരു ഹെൽത്ത് സെന്ററിൽ ഫുൾ ടൈം ആയിട്ട് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് ഇന്ത്യൻ ബാങ്ക് ബ്രാഞ്ച്. ഓക്കെ, ഒരു പോണ്ടിച്ചേരിന്റെ കേസിലാണ്. അവിടെ ക്യാമ്പസിനുള്ളിൽ തന്നെ ഇന്ത്യൻ ബാങ്കിന്റെ സെപ്പറേറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. 2 ATM കൗണ്ടേഴ്സും ക്യാമ്പസിനുള്ളിൽ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഗസ്റ്റ് ഹൗസ് ഫെസിലിറ്റീസ്, ക്യാമ്പസിനുള്ളിൽ സെപ്പറേറ്റ് ഗസ്റ്റ് ഹൗസ് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മളെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, പാരന്റ്സ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ ക്യാമ്പസിനുള്ളിൽ തന്നെയുള്ള ഗസ്റ്റ് ഹൗസ് ഫെസിലിറ്റീസ് അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചീപ്പ് റേറ്റ് ഉള്ളൂ. ദെൻ 2 ATMs നമ്മൾ പറഞ്ഞു, ക്യാമ്പസിൽ തന്നെ 2 ATM കൗണ്ടേഴ്സ് അവൈലബിൾ ആണെന്നുള്ളത്. ദെൻ ഫ്രീ ബസ് സർവീസ് ഇൻ ക്യാമ്പസ്, നമ്മൾ പറഞ്ഞു 900 ഏക്കേഴ്സ് ആണ് ക്യാമ്പസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാമ്പസിന് ഒരു ഏരിയ നിന്ന് മറ്റൊരു ഏരിയക്ക് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ത്രൂ അല്ലാതെ പോസിബിൾ അല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് 2 വീലേഴ്സ് വേണ്ടി വരും. അല്ലെങ്കിൽ ഫുൾ ഓരോ 10 മിനിറ്റ് ഇടവേളയിലും ഇന്റർവെൽസിലും അവിടെ ഫ്രീ ബസ് സർവീസ് അവൈലബിൾ ആണ് ക്യാമ്പസിനുള്ളിലായിട്ട് മാത്രം. ഏകദേശം 15-ലധികം ബസ്സുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ഏരിയ നിന്ന് മറ്റൊരു ഏരിയക്ക് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഫ്രീ ബസ് സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ ആണ് പോസ്റ്റ് ഓഫീസ് സർവീസ്. ഓക്കെ, ക്യാമ്പസിനുള്ളിൽ സെപ്പറേറ്റ് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ സെക്യൂരിറ്റീസ് ആണ്, 24/7 സെക്യൂരിറ്റി സർവീസ് അവൈലബിൾ ആണ്. 2 ഗേറ്റിലോട്ട് സെക്യൂരിറ്റീസ്, ഹോസ്റ്റൽ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരൊരിക്കലും സ്റ്റുഡൻസിന് ബാഡൺ ആവില്ല. സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആണ്. സ്റ്റുഡൻസിന് തന്നെയാണ് അവിടെ കൂടുതൽ ഫ്രീഡം. ഓക്കെ, അപ്പൊ ഒരിക്കലും സെക്യൂരിറ്റീസ് സ്റ്റുഡൻസിനെ പ്രിവെന്റ് ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യാനോ ഒന്നല്ല, ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ഇത് കുറക്കാനാണ്. ഔട്ട്സൈഡേഴ്സിന്റെ എൻട്രീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റീസ് ഉള്ളത് എന്നുള്ളതാണ്. ദെൻ ഓഡിറ്റോറിയം, AC ഓഡിറ്റോറിയംസ്, ഒന്നിലധികം ഓഡിറ്റോറിയംസ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓഡിറ്റോറിയം ഉണ്ട്. ദെൻ ജനറൽ ഓഡിറ്റോറിയംസും ഉണ്ട്. ഓക്കെ, ദ ലാസ്റ്റ് നെക്സ്റ്റ് വൺ ആണ് ഫ്രീ എഡ്യൂക്കേഷൻ ആൻഡ് ലോഡ്ജിങ് ടു ഡിഫറെന്റ്ലി ആബിൾഡ് സ്റ്റുഡൻസ്. ഓക്കെ, ഡിഫറെന്റ്ലി ആബിൾഡ് സ്റ്റുഡൻസിന് ഫ്രീ എഡ്യൂക്കേഷനും ഹോസ്റ്റൽ സർവീസും ഫ്രീ ഫുഡും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ക്യാമ്പസ് ഫെസിലിറ്റീസ് എന്നുള്ളത്. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാമ്പസ് ഫെസിലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത് പോണ്ടിച്ചേരിന്റെ കേസാണ്. പക്ഷെ ഹൈദരാബാദ് ആണെങ്കിലും ഡൽഹി ആണെങ്കിലും അലിഗഡ് ആണെങ്കിലും JNU ആണെങ്കിലും ഇതിലും കൂടുതൽ ക്യാമ്പസ് ഫെസിലിറ്റീസ് അവിടെ ഓരോ യൂണിവേഴ്സിറ്റിയിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഈ പോയിന്റ്സ് ഓർമ്മയിൽ വേണം. ഇതുകൊണ്ടൊക്കെയാണ് കൂടുതൽ ആൾക്കാരും സെൻട്രൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്നുള്ളത്. പിന്നെ ഇത് കുറച്ച് ഫോട്ടോസ് മാത്രം ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, യൂട്യൂബില് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ദെൻ ക്യാമ്പസ് ഫെസിലിറ്റീസ് മാത്രമല്ല, നല്ലൊരു അക്കാദമിക് ഫെസിലിറ്റീസും അക്കാദമിക് കൾച്ചറും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് ലൈബ്രറി ഫെസിലിറ്റീസ്. 12 hours ലൈബ്രറി ഫെസിലിറ്റീസ് ആണ്. ഓക്കെ, മോർണിംഗ് 8:30 to ഈവനിങ് 9:30 വരെയുള്ള ലൈബ്രറി സർവീസ് അവൈലബിൾ ആണ്. ദെൻ അനക്സ് 15 hours റീഡിംഗ് റൂംസ്. ഈ പിക്ചറിൽ കാണിക്കുന്നത് അനക്സ് ആണ്. 15 hours റീഡിംഗ് റൂംസ് അവൈലബിൾ ആണ് വിത്ത് വൈഫൈ ആൻഡ് കേബിൾ നെറ്റ്വർക്ക് കണക്ഷൻസോട് കൂടി. ദെൻ ആഡ് ഓൺ ആൻഡ് ഡിപ്ലോമ കോഴ്സ്, നമുക്ക് ഒരുപാട് ആഡ് ഓൺ ഡിപ്ലോമ കോഴ്സ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസും കൂടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉണ്ട്. ഇപ്പൊ PGDCA, PGDFT അതൊക്കെ ചീപ്പ് റേറ്റിന് നമുക്ക് ഈവനിങ് കോഴ്സായിട്ട് ചെയ്യാൻ പറ്റും. ഈവനിങ് 5 to 7 സമയത്ത് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്ത് സെമസ്റ്റർ എക്സാം ചെയ്തിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റും. ഇവിടെ പുറത്ത് അത്യാവശ്യം നല്ല റേറ്റ് ഇല്ല, 30,000 above റേറ്റ് വരുന്ന കോഴ്സൊക്കെ നമുക്ക് 1,500 എക്സാം ഫീസ് മാത്രം പേ ചെയ്തായിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ റെഗുലർ കോഴ്സിന്റെ കൂടെ തന്നെ. ദെൻ യൂണിവേഴ്സിറ്റി ഹാസ് 14 schools and 52 departments. ഓക്കെ, 14 സ്കൂളായിട്ട് 52 ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉള്ളത്. അപ്പോൾ ഓരോ സ്കൂളിന്റെ കീഴിലും 4-5 ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള അങ്ങനെ ഓരോ സ്കൂളുകളായിട്ടാണ് യൂണിവേഴ്സിറ്റി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ സ്കൂളും യൂണിവേഴ്സിറ്റിന്റെ ഓരോ ഏരിയാസിലായിരിക്കും. ഇപ്പൊ സ്കൂൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആണ്. സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ തന്നെയാണ് കൊമേഴ്സ് വരുന്നത്, MBA വരുന്നത്, എക്കണോമിക്സും വരുന്നത്. ഓക്കെ,
ഈ 3-4 ഡിപ്പാർട്ട്മെന്റ് കൂടിയിട്ടാണ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എന്ന് വരുന്നത്. സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സെപ്പറേറ്റ് ഒരു ബിൽഡിങ്ങും ബ്ലോക്കും ഒരു ഏരിയയാണ്. Then പറയുന്നുണ്ട് each school is headed by dean and each department has its own faculty and supporting staff working under the head of the department. Okay, ഓരോ സ്കൂളും കൺട്രോൾ ചെയ്യണം കോർഡിനേറ്റ് ചെയ്യണം ഡീൻ ആണ്. ഓക്കെ, ആ ഡീൻ ആണ് ഓരോ സ്കൂളിന്റെ ഹെഡ് എന്നുള്ളത്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും HODs ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് HODs ഉണ്ടാവും. ദെൻ ഇങ്ങനെ ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റ് കൂടിയിട്ടുള്ള സ്കൂളിനാണ് ഒരു ഡീൻ ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഈ 14 സ്കൂളിനായിട്ട് 14 ഡീൻ ഉണ്ടാവും. പിന്നെ ആ 14 സ്കൂളിൽ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റിനും HODs ഉണ്ടാവും. They are also provided with a separate building which house their laboratories and libraries. Okay, ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് ബിൽഡിംഗ് ഉണ്ടായിരിക്കും. അല്ല, ഓരോ സ്കൂളിനും സെപ്പറേറ്റ് ബിൽഡിംഗ് ഉണ്ടായിരിക്കും. അതിന് സെപ്പറേറ്റ് ഓഡിറ്റോറിയം ഉണ്ടായിരിക്കും, ലൈബ്രറി ഉണ്ടായിരിക്കും, ലബോറട്ടറീസ് ഉണ്ടാവും. ഓക്കെ, എല്ലാം മിക്സഡ് അല്ല. യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ടൊരു ലൈബ്രറീസ് എന്നല്ല, കോമൺ ലൈബ്രറി ഉണ്ട്. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ലൈബ്രറീസും ഓഡിറ്റോറിയം ഉണ്ടായിരിക്കും. ഓരോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് വൈസ്, സ്കൂൾ വൈസ് നമുക്ക് ലൈബ്രറീസ്, കമ്പ്യൂട്ടർ ലാബ്, ലബോറട്ടറീസ്, ഓഡിറ്റോറിയംസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റ് ഈസ് കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറീസ് ആൻഡ് സെമിനാർ ഹാൾസ്. നമ്മൾ പറഞ്ഞല്ലോ AC സെമിനാർ ഹാൾസ്. ദെൻ ഇന്റഗ്രേറ്റഡ് ഡിപ്ലോമ, PG ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് ആഡ് ഓൺ കോഴ്സ്. നമ്മൾ റെഗുലർ കോഴ്സിന്റെ കൂടെ തന്നെ റെഗുലർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അതിലൂടെ തന്നെ നമുക്ക് ഡിപ്ലോമ, PG ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് ആഡ് ഓൺ കോഴ്സും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതും കൂടെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും അഡീഷണൽ ആയിട്ട്. ദെൻ അപ്ഡേറ്റഡ് സിലബസ് ആണ്. ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ അപ്ഡേറ്റഡ് സിലബസ് ആണ്. 2 years കൂടുമ്പോൾ അല്ലെങ്കിൽ 3 years കൂടുമ്പോൾ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സിലബസ് അപ്ഡേറ്റ് ചെയ്യും. ദെൻ സ്ട്രക്ചേർഡ് ആൻഡ് അക്കാദമിക് കൾച്ചർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ ടൈമിങ്ങിന് ഓരോ കാര്യങ്ങളും നടക്കുന്നുള്ളതാണ്. ഡിസംബറിലാണ് ഈവൻ സെമസ്റ്റർ എക്സാം നടക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഡിസംബറിൽ നടക്കും. വിത്തിൻ 20 days ഉള്ളിൽ റിസൾട്ട് ഔട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഓഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാനറിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. സ്ട്രക്ചേർഡ് അക്കാദമിക് കൾച്ചേഴ്സ് ഉണ്ട്. ഇത്രയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ബേസിക് ആയിട്ടുള്ള അക്കാദമിക് ഫെസിലിറ്റീസ്. ഇത് ഏകദേശം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഈ ഒരു ബേസിക് അക്കാദമിക് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. സ്കൂൾ ഓഫ് മാനേജ്മെന്റ് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് മാനേജ്മെന്റ് സ്റ്റഡീസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം സ്റ്റഡീസ്, ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബാങ്കിങ് ടെക്നോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. ഇത്രയും ഡിപ്പാർട്ട്മെന്റ് കൂടിയിട്ടാണ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത്. ആ സ്കൂൾ ഓഫ് മാനേജ്മെന്റിന് ഓരോ ഡീൻ ഉണ്ടാവും. പിന്നെ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ HODs ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫൈനലൈസ് ചെയ്യുക HODs ആണ്. പിന്നെ രാമാനുജൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഉണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്നുള്ളൂ. ബാക്കിയുള്ള ഓരോ സ്കൂൾസും അതിന്റെ അടിയിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സും 50-ലധികം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. 14 സ്കൂളായിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കൊടുത്തേ എന്നുള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ്. യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നാണുള്ള 19 ഇന്ന് മുതലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് 14th August ആണ്. ഓക്കെ, അടുത്ത മാസം 14 തീയതി വരെ ഓൺലൈനായിട്ട് ആർക്കും പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് PGക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ എക്സാംസ് വരുന്നത് 2nd, 3rd and 4th ആണ്. സെപ്റ്റംബർ 2nd, 3rd, 4th ഡേറ്റുകളാണ് എക്സാം ഇപ്പം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കണ്ടീഷൻ കൂടെ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓൾ ഡേറ്റ്സ് ഗിവൺ ദി അബോവ് മേ ബി ചേഞ്ച് സബ്ജക്ട് ടു ദി പൊസിഷൻ ഓഫ് COVID-19 മാറ്റത്തിനനുസരിച്ച് ഡേറ്റിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അവർ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഡേറ്റിന് മുന്നേ നടക്കൂല, ഡേറ്റിന് ശേഷം നടക്കുള്ളൂ. ഇപ്പൊ സെപ്റ്റംബർ വരെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട്. സെപ്റ്റംബർ 2nd, 3rd, 4th ഡേയ്സിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യാം. ഇപ്പം അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ. അപ്പൊ നാളെ മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ്. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, എങ്ങനെ അവിടെ ഒരു എക്സാം അല്ലെങ്കിൽ PGക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ളത്. അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ എക്സാം പാറ്റേൺ എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല, എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും എൻട്രൻസിന്റെ ബേസിലാണ് അഡ്മിഷൻ എടുക്കാറ്. നമ്മളുടെ ഡിഗ്രി മാർക്കോ അല്ലെങ്കിൽ നമ്മൾ +2 മാർക്കോ അല്ലെങ്കിൽ SSC മാർക്കോ ബാക്കിയുള്ള യാതൊരു ക്രൈറ്റീരിയാസും അവർ കൺസിഡർ ചെയ്യാറില്ല. അവർ നടത്തുന്ന യൂണിവേഴ്സിറ്റി നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ ബേസിലാണ് റാങ്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആ റാങ്ക് ലിസ്റ്റിന്റെ ബേസിലാണ് അവർ അഡ്മിഷൻ എടുക്കുക. എക്സാംസ് എന്ന് പറഞ്ഞ മോഡ് ഓഫ്
എക്സാംസ് എന്ന് പറഞ്ഞാൽ CBT കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ആണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അടക്കം അധിക സെൻട്രൽ യൂണിവേഴ്സിറ്റീസും കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 120 മിനിറ്റ്സ് ആണ്. 120 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 hours, 2 മണിക്കൂറുള്ള ഓൺലൈൻ എക്സാംസ് ആണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ള 100 ആണ്. ഇപ്പൊ 100 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 2 മണിക്കൂർ നടക്കുന്ന ഓൺലൈൻ എക്സാംസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ എൻട്രൻസ് എക്സാംസ് എന്നുള്ളത്. ദെൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു MCQ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ. ദെൻ മാർക്കിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ 4 marks ഫോർ എവറി കറക്റ്റ് ആൻസർ ആൻഡ് 1 mark ഫോർ എവറി റോങ് ആൻസർ. -1 mark ഫോർ എവറി റോങ് ആൻസർ ആണ്. ഓരോ കറക്റ്റ് ആൻസറിനും 4 മാർക്കും ഓരോ റോങ് ആൻസറിനും -1 മാർക്കാണ്. അങ്ങനെ 400 മാർക്കിന് നടക്കുന്ന 2 മണിക്കൂറുള്ള ഒരു ഓൺലൈൻ എക്സാംസ് ആണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ എൻട്രൻസ് എക്സാം എന്നുള്ളത്. ഇപ്പൊ ഓരോ റോങ് ആൻസേഴ്സിനും -1 ആണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ 20 കറക്റ്റ് ചെയ്ത് ബാക്കി 80 റോങ് ആയി കഴിഞ്ഞാൽ 0 മാർക്കോ, അപ്പൊ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്, നോട്ട് ചെയ്യണം. ദെൻ MCOM നമ്മൾ പറഞ്ഞു, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ച് 2 MCOM കോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. MCOM ബിസിനസ് ഫൈനാൻസ് ആൻഡ് MCOM അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. ഇങ്ങനെ 2 MCOM ആണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ബിസിനസ് ഫൈനാൻസ് ഫൈനാൻസ് റിലേറ്റഡ് MCOM ആണ് കോമൺ ആയിട്ട് അധിക യൂണിവേഴ്സിറ്റീസിൽ പ്രൊവൈഡ് ചെയ്യുന്ന MCOM ആണ് ബിസിനസ് ഫൈനാൻസ് എന്നുള്ളത്. ദെൻ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്നുള്ള ഒരു MCOM കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ടാക്സേഷൻ സ്പെസിഫൈ ചെയ്തുകൊണ്ട്. ഇപ്പൊ ഇതിന്റെയൊക്കെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇനി കൊമേഴ്സ് റിലേറ്റഡ് ഡിഗ്രി തന്നെയാണ്. BCom ആവാ, അല്ലെങ്കിൽ BBA ആവാ, അല്ലെങ്കിൽ BCM, BA കോർപ്പറേഷൻ എന്നുള്ളതാണ്. വിത്ത് മിനിമം 50% UG മാർക്ക്, മിനിമം 50% ഡിഗ്രി മാർക്സ് ഉണ്ടെങ്കിൽ ആർക്കും എന്താ ചെയ്യാൻ പറ്റും, ഈ 2 MCOM ബിസിനസ് ഫൈനാൻസിനും അതുപോലെ MCOM അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ എക്സാം സെന്റേഴ്സ് ആണ് നമ്മളെ അടുത്തൊരു എക്സാം സെന്റേഴ്സ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാം സെന്റേഴ്സ് ആണ്. ഇതൊക്കെ 2020 and 2021 ഔട്ട് ചെയ്ത പ്രോസ്പെക്ടസിലുള്ള എക്സാം സെന്റേഴ്സ് ആണ്. ഓക്കെ. ഇപ്പൊ ഈ എക്സാം സെന്റേഴ്സ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുള്ള നിയറസ്റ്റ് ആയിട്ട് വരുന്ന സെന്റേഴ്സ് എന്നുള്ളത് ബാംഗ്ലൂർ വരുന്നുണ്ട്, ദെൻ ചെന്നൈ വരുന്നുണ്ട്, കോയമ്പത്തൂർ, കൊച്ചി, കോഴിക്കോട്, കോട്ടയം, മാംഗ്ലൂർ, തിരുവനന്തപുരം. ഓക്കെ. കേരളത്തിൽ തന്നെ 4 സെന്റേഴ്സ് അവൈലബിൾ ആണ്: കോഴിക്കോട്, കോട്ടയം, കൊച്ചി, തിരുവനന്തപുരം. പിന്നെ നിയറസ്റ്റ് ആയിട്ട് കോയമ്പത്തൂർ ഉണ്ട്, ദെൻ ചെന്നൈ ഉണ്ട്, മാംഗ്ലൂർ ഉണ്ട്. ഇത്രയും സെന്റേഴ്സ് നമുക്ക് നിയറസ്റ്റ് ഏരിയാസിൽ തന്നെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ. ദെൻ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഈ MBA അല്ലെങ്കിൽ LLM, MBEd അല്ലാത്ത ബാക്കിയുള്ള എല്ലാ കോഴ്സും ത്രൂ എൻട്രൻസ് എക്സാമിന്റെ മാർക്കിന്റെ ബേസിലാണ് അഡ്മിഷൻ എന്നുള്ളത്. ബാക്കിയുള്ള യാതൊരു ക്രൈറ്റീരിയ ഇല്ല. എൻട്രൻസ് എക്സാമിന്റെ മാർക്കിന്റെ ബേസിൽ റാങ്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിന്റെ ബേസിലാണ് അഡ്മിഷൻ എന്നുള്ളതാണ്. അത് എല്ലാ യൂണിവേഴ്സിറ്റീസിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ സീറ്റിന്റെ കണക്കാണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ, മെയിൻ ക്യാമ്പസിൽ MCOM ബിസിനസ് ഫൈനാൻസിൽ 91 സീറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ. 91 സീറ്റ്സ് ആണ് MCOM ബിസിനസ് ഫൈനാൻസിന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ളത്. പിന്നെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിന് ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ട്, കരയ്ക്കലാണ് ഓഫ് ക്യാമ്പസ് വരുന്നത്. അവിടെ 50 സീറ്റ്സ് അവൈലബിൾ ആണ്. അങ്ങനെ ടോട്ടൽ MCOM ബിസിനസ് ഫൈനാൻസിന് മാത്രം 141 സീറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെയാണ് MCOM അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്നുള്ള കോഴ്സുകൾ, അത് കരയ്ക്കലുള്ള, അതിന് ടോട്ടൽ 75 സീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇത് രണ്ട് കോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അത് ഓഫ് ക്യാമ്പസ് ആണ്. പോണ്ടിച്ചേരിന്ന് ഏകദേശം 100ന്റെ അടുത്ത് കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാണ്ട് ഒരു ബോർഡർ ഏരിയാസിലാണ്. ഓക്കെ. ഇപ്പോൾ പോണ്ടിച്ചേരിന്റെ ഓഫ് ക്യാമ്പസ് ആണ്. യൂണിവേഴ്സിറ്റിന്റെ മെയിൻ യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് കിട്ടുക, സെയിം സർട്ടിഫിക്കറ്റ് തന്നെയാണ്. പക്ഷേ ക്യാമ്പസിന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലല്ല എന്നുള്ളത്, ഒരു ഓഫ് ക്യാമ്പസ് ആണ്. ദെൻ അപ്ലിക്കേഷൻ ഫീസ് ആണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ അപ്ലിക്കേഷൻ ഫീസ് ആണ് കൊടുത്തിരിക്കുന്നത്. PG SC and ST ആണെങ്കിൽ 300ഉം അതേഴ്സ് ജനറൽ അടക്കിയുള്ള അതേഴ്സിന് 600 ആണ് കോഴ്സ് ഫീസ് വരുന്നത്. ഇത് ഓരോ കോഴ്സിനാണ്. ഇപ്പൊ 2 കോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ 2 times നമ്മൾ ഫീസ് പേ ചെയ്യണം. ഇപ്പൊ MCOM ബിസിനസ് ഫൈനാൻസും MCOM അക്കൗണ്ടിങ് ടാക്സേഷനും ആണെങ്കിൽ 2 times 600 പേ ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ. ദെൻ MBA 500 ആണ്, 1000 ആണ് എന്നുള്ളതാണ്. ദെൻ PUന്റെ പോണ്ടിച്ചേരിന്റെ MCOM എൻട്രൻസിന്റെ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി പ്രോസ്പെക്ടസ് ഉള്ള സിലബസ് ആണ്, അപ്ഡേറ്റഡ് സിലബസ് ആണ്. ഇപ്പൊ നോക്കി ഏതൊക്കെ ഏരിയാസ് ആണ്. ടോട്ടൽ നമ്മൾ പറഞ്ഞു 100 ക്വസ്റ്റ്യൻസ് ആണ്. MCQ ബേസ്ഡ് ഓൺലൈൻ എക്സാംസ് ആണ്, 2 മണിക്കൂറിന്റെ എക്സാം ആണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ആണ് പറഞ്ഞത്. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച ഏരിയാസ് തന്നെയാണ്: അക്കൗണ്ടിങ്, ബാങ്കിങ്, മാർക്കറ്റിംഗ്, ടാക്സേഷൻ, കോസ്റ്റിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഓഡിറ്റിംഗ്, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ലോ, ദെൻ ബിസിനസ് എക്കണോമിക്സ്, ദെൻ HRM, ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മൾ ഡിഗ്രി
പഠിച്ച സബ്ജക്റ്റുകൾ തന്നെയാണ് യൂണിവേഴ്സിറ്റിന്റെ എൻട്രൻസ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് നടത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും യൂണിവേഴ്സിറ്റിന്റെ മെയിൻ ക്യാമ്പസിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് സിലബസ് എന്നുള്ള ഇതെന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു ബേസിക് സിലബസ് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ഫോളോ ചെയ്യുന്ന 1-2 സബ്ജക്റ്റുകളിലുള്ള ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. പിന്നെ കോഴ്സ് ഫീസ് ആണ്. കോഴ്സ് ഫീസ് ഫസ്റ്റ് ഉണ്ടല്ലോ ട്യൂഷൻ ഫീസ് ഓരോ സെമസ്റ്ററിലും 3000 ആണ് ട്യൂഷൻ ഫീസ് എന്നുള്ളത്. ഇതും പുതിയ പ്രോസ്പെക്ടസിൽ ഔട്ട് ചെയ്ത കോഴ്സ് ഫീസ് ആണ്. ചെറിയ മാർജിനൽ ഇൻക്രിമെന്റ് ഉണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിൽ 20,000, സെക്കൻഡ് സെമസ്റ്ററിൽ 3,200, തേർഡ് സെമസ്റ്ററിൽ ഓൾ സെമസ്റ്ററിൽ ഫീസ് കൂടും. ബാക്കിയുള്ള ഡെപ്പോസിറ്റ് അടക്കിയിട്ടുള്ള ഫീസാണ്. തേർഡ് സെമസ്റ്റർ 11,000, ലാസ്റ്റ് ഫോർത്ത് സെമസ്റ്ററിൽ 3,200. ഈ ഒരു ഫീസ് കൂടുതലാണോ എന്ന് വിചാരിക്കേണ്ട. പക്ഷെ ഇത് ഇതിന് ഒരുപാട് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റിന്റെ ബേസിൽ തന്നെ യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസിൽ ടോപ്പ് 10 കിട്ടുന്നവർക്ക് സ്കോളർഷിപ്പ് ഉണ്ട് 10,000 അടക്കി. പിന്നെ ഓരോ സെമസ്റ്ററിലും ടോപ്പ് മാർക്ക് കിട്ടുന്ന ടോപ്പ് 5 സ്കോളർഷിപ്പ് ഉണ്ട്. അഡീഷണൽ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ അവൈലബിൾ ആവാറുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും പഠിക്കുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത എല്ലാവർക്കും സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഉണ്ടാവും, സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഉണ്ടാവും. ഈ ഒരു കോഴ്സ് ഫീസ് എന്നുള്ളത് നമ്മളൊരു ബാധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഇതൊക്കെ സ്കോളർഷിപ്പ് കോമ്പൻസേറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് യൂണിവേഴ്സിറ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ബേസ് സ്കോളർഷിപ്പ്, യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് ഉണ്ടാവാറുണ്ട്. അധികം എല്ലാവർക്കും സ്കോളർഷിപ്പ് തന്നെ ഉണ്ടാവാറുണ്ട്. ഇനി ഡൽഹി ഇത്രയാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും അതിന്റെ ടൈം, സിലബസ്, കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ടൈമും സിലബസും ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. ഡൽഹി യൂണിവേഴ്സിറ്റി ലാസ്റ്റ് അപ്ലിക്കേഷൻ വിളിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ റെസ്പെക്റ്റീവ് ഡേറ്റ് അവരെ തന്നെ ഔട്ട് ചെയ്ത ഡേറ്റ് എന്നുള്ള August 21 അല്ല, ലാസ്റ്റ് കമൻസ് PG അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്നുള്ള July 26 മുതൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഇത് പ്രോസ്പെക്ടസ് ഔട്ട് ചെയ്തില്ല, ഒഫീഷ്യലായിട്ട് അവർ ന്യൂസ് ഔട്ട് ചെയ്തതെന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഡേറ്റ് എടുത്തത്. July 26 മുതലാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇത് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് August 21 ആണ്. ഓക്കെ, August 21 വരെ ഡൽഹി യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ സമയം ഉണ്ടാവും. ജൂലൈ ലാസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, July 26 മുതൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഇത് പ്രോസ്പെക്ടസ് ഔട്ട് ചെയ്തിട്ടില്ല, ഡേറ്റ് ഒന്നും കൂടെ ഫൈനലൈസ് ചെയ്യാണ്ടാവും. ഓക്കെ, അപ്പൊ ഇതുവരെ ഡൽഹി യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി എംകോമിന്റെ സീറ്റ് വാക്കൻസി ആണ് പറഞ്ഞത്. ത്രൂ എൻട്രൻസിലൂടെ മാത്രം 249 സീറ്റ്സ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഉണ്ട് എന്നുള്ളതാണ്. ഡിഫറൻറ്റ് സ്കൂളിലായിട്ടാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുക. ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിൽ 65 സീറ്റ്സ്, അങ്ങനെ ടോട്ടൽ 249 സീറ്റ്സ് എൻട്രൻസ് എക്സാമിലൂടെ മാത്രം ഉണ്ട്. മെറിറ്റ് ബേസിൽ 243 ഉണ്ട്. മെറിറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള സ്കൂളിൽ UG കഴിഞ്ഞവർക്കാണ് മെറിറ്റ് സീറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളൊക്കെ എൻട്രൻസ് ആണ്. ഇപ്പൊ എൻട്രൻസിൽ 249 സീറ്റ്സ് എംകോമിന് മാത്രം അവൈലബിൾ ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ എംകോം സിലബസ് ആണ് നേരത്തെ പറഞ്ഞതായിട്ട് സിമിലർ ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 2 hours 400 മാർക്സിന്റെ എക്സാം ആണ്. 100 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻസിലും 4 മാർക്ക് ഈച്ച്. ഓരോ റോങ് ആൻസേഴ്സിനും -1 മാർക്ക് തന്നെയാണ്. നേരത്തെ പോണ്ടിച്ചേരി പറഞ്ഞ സെയിം പാറ്റേൺ തന്നെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത്. പിന്നെ അതിൽ സിലബസ് കണ്ടല്ലോ, 5 യൂണിറ്റ് ആയിട്ടാണ് സിലബസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 1 അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, യൂണിറ്റ് 2 ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്, ബിസിനസ് മാത്തമാറ്റിക്സ്, ടാക്സേഷൻ ആൻഡ് GST, യൂണിറ്റ് 3 എക്കണോമിക്സ്, യൂണിറ്റ് 4 ജനറൽ മാനേജ്മെന്റ്, ലോ, കമ്പനി ലോ, കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് എന്റർപ്രണർഷിപ്പ്, യൂണിറ്റ് 5 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ളത്. ഈ ഓരോ യൂണിറ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്, ഈക്വൽ വെയിറ്റേജ് ആണ്. അപ്പൊ ഇതിന്റെ ഈ എൻട്രൻസ് ഈ ഒരു സിലബസിന്റെ ബേസിലാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എംകോം എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ക്യാമ്പസ് ഫെസിലിറ്റീസും അതുപോലെ അവിടെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷഫീഖ് സാർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ഷഫീഖ് സാർ. ഹലോ, സാർ ഷെയർ ചെയ്തോളൂ. ഹലോ, എന്റെ വോയിസ് ഓഡിബിൾ ആണോ? വോയിസ് ഓഡിബിൾ ആണോ? അതുപോലെ സ്ക്രീൻ വിസിബിൾ ആണോ? ഹലോ, ഓക്കെ 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 കേൾക്കുന്നുണ്ടല്ലേ പറയുന്നത്? ഓക്കെ, അതുപോലെ തന്നെ സ്ക്രീൻ വിസിബിളും അല്ലേ? അപ്പോൾ ജാസിം സർ
സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അതൊക്കെ എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയാൻ കാരണം തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്താന്ന് പോലും അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, മാക്സിമം സാറ് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് എന്തൊക്കെ ഫെസിലിറ്റീസ് അവിടെ കിട്ടും ഒക്കെ ജാസിം സാർ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ക്രൈറ്റീരിയ എന്താണ് യൂണിവേഴ്സിറ്റിക്ക് എലിജിബിലിറ്റി എന്നുള്ളത് അതും സാറ് പറഞ്ഞു. അപ്പോ നിങ്ങളെല്ലാവരും ഡിഗ്രി കഴിഞ്ഞ് ഒരു പി ജിയിലേക്ക് ഒരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരഞ്ഞെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഓറിയന്റേഷനിലേക്ക് വന്നത്. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തോ അതോ ചാറ്റ് ചെയ്തോ പറയണം. ഇതിൽ ഓൾറെഡി സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ കുറെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അപ്ലൈ ചെയ്തത് ആരൊക്കെയുണ്ട്? ഇപ്പൊ ഓൺലൈനിലുള്ള ആൾക്കാർ ഇതിൽ അറിയാനും വേണ്ടിയിട്ടാണ്. ആരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി? ഓക്കെ 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 ഓക്കെ, രണ്ടുപേരാ, ഏകദേശം 40 സ്റ്റുഡൻസോളം ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പേരൊക്കെ ഇതിൽ അവെയർ ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ പറ്റി. ഓക്കെ, ഈ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റീസ് വിളിച്ചു കഴിഞ്ഞു, ദിസ് മന്ത് 10th കഴിഞ്ഞു. അതുപോലെ തന്നെ മാനു യൂണിവേഴ്സിറ്റീസ്, ഹൈദരാബാദിലുള്ള മാനു, മൗലാന ആസാദ് ഉറുദു യൂണിവേഴ്സിറ്റി വിളിച്ചു കഴിഞ്ഞു. അങ്ങനെ കുറെ യൂണിവേഴ്സിറ്റീസ് വിളിച്ചു കഴിഞ്ഞു. ഇനി അലിഗഡ് യൂണിവേഴ്സിറ്റീസ് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഈ നിൽക്കുന്ന ഈ ഓൺലൈനുള്ള എല്ലാവരും അതെന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻ്റെ പേര് മുഹമ്മദ് ഷഫീഖാണ്. ഞാൻ MCOM കഴിഞ്ഞത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആയ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അലിഗഡ് യൂണിവേഴ്സിറ്റി അല്ലാതെ ബാക്കി 3 യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് 3 യൂണിവേഴ്സിറ്റീസ് എനിക്ക് വിസിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജാമിയ മില്ലിയയിൽ, അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റീസിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അത് എന്താണ് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്ന് വ്യത്യസ്തത, അതാണല്ലോ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പൊ ഒരു എക്സ്പീരിയൻസ് ഞാൻ എന്ത് ചെയ്ത ഒരു പോയിന്റ് വൈസ് ആയിട്ട് പറയാണ്. എന്ത് ചെയ്യുക, ജസ്റ്റ് ടൈമില്ലല്ലോ, അപ്പൊ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നമ്മൾ ഒരു പോയിന്റ് വൈസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈ വി ചൂസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, എന്തുകൊണ്ട് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് തിരഞ്ഞെടുക്കുന്നു, അതുപോലെ തന്നെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്താണ് വ്യത്യസ്തത. നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടാവും പറയാൻ. ഇപ്പൊ ജാസിം സാർ പറഞ്ഞാൽ ഈ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് എന്ത് ചെയ്ത് ഒരു 3 കാറ്റഗറി ആക്കിയിട്ട് തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ചാറ്റ് ചെയ്യാനുള്ള മാക്സിമം അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ, ബിക്കോസ് നമ്മുടെ സ്ക്രീനിൽ ചാറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മൊബൈലിലേക്ക് ഇങ്ങനെ എൻ്റെ ഐ കോണ്ടാക്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മളെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ ബെനിഫിറ്റ് ആണ്. എന്തൊക്കെ നമുക്ക് പേഴ്സണൽ ബെനിഫിറ്റ് എന്നുള്ളത്, ഞാൻ ആദ്യമായിട്ട് നിങ്ങളൊക്കെ ഈ ഏകദേശം 50-60 കുട്ടികൾ നമ്മുടെ ഓറിയന്റേഷനിൽ വന്നിരിക്കുന്ന സമയത്ത് അവർക്ക് ഓൾറെഡി സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്താണെന്നും എവിടെയൊക്കെ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി അലിഗഡിനെ പറ്റിയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നല്ലാതെ അത് എനിക്കുള്ളതല്ല എന്നുള്ളൊരു തോന്നലായിരുന്നു എൻ്റെത്. പക്ഷെ എൻ്റെ സാറ് എന്നെ ഇൻസിസ്റ്റ് ചെയ്തിട്ട് എഴുതിപ്പിച്ചതാണ്. അങ്ങനെ ഞാൻ അലിഗഡ് യൂണിവേഴ്സിറ്റീസിന്റെ ഗേറ്റ് കടക്കോളും ജസ്റ്റ് ഒരു ട്രിപ്പ് ആയിട്ടായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഡൽഹി വരെ പോവല്ലേ, ഒന്ന് ട്രിപ്പ് ആയിട്ട്, UP-യിലാണ് അലിഗഡ് ഉള്ളത്, ഡൽഹി ഒന്ന് ചുറ്റിക്കറങ്ങാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ അന്ന് എക്സാമിന് പോയത്. പക്ഷെ ആ ഗേറ്റ് കടന്നപ്പോൾ ഉണ്ടല്ലോ, ആ യൂണിവേഴ്സിറ്റീസിൽ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ചിലപ്പോൾ ദൈവം കേട്ടത് കൊണ്ടായിരിക്കാം എനിക്ക് അവിടെ എനിക്ക് എൻട്രൻസിൽ അവിടെ കിട്ടുകയും ചെയ്തു. അപ്പൊ എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി, ഫസ്റ്റ് നമ്മൾ പേഴ്സണൽ ബെനിഫിറ്റ്സ്, പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നുള്ളത്, ആദ്യം ന്യൂ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞത് ഒരു എൻറ്റയർലി ഒരു ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആണ്. നിങ്ങൾ ആരെങ്കിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൽ എന്താ പറയുക ഡിഗ്രി കഴിഞ്ഞവരുണ്ടോ ഈ കൂട്ടത്തില്? സോറി, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഡിഗ്രി കഴിഞ്ഞവരുണ്ടോ? ഓക്കെ 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 ആ, അവർക്കത് മനസ്സിലാവും. ഒരു ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ MCOM എന്ന് എൻ്റെ അന്ന് 2014-16 ആയിരുന്നു ഞാൻ എൻ്റെ അഡ്മിഷൻ ഉള്ളത്. അപ്പൊ ആ ക്ലാസ്സിൽ, അന്നത്തെ ക്ലാസ്സിൽ എന്നുള്ളത്, എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എന്നുള്ളത്,
എൻ്റെ ഒപ്പം ഇരിക്കുന്നത്, നമ്മൾ നോർമലി നമ്മുടെ നാട്ടിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഒന്നില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ഡിഗ്രിയിൽ പഠിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും എൻ്റെ പി ജിയിലും, അതുപോലെ തന്നെ നിയർ ബൈ ലൊക്കാലിറ്റീസ് ഉള്ള ആൾക്കാരായിരിക്കും നോർമലി നമ്മുടെ പി ജിയിലും വരുന്നത്. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ 60 സ്റ്റുഡൻസ്, സ്ട്രെങ്ത് എന്ന് പറയുന്നത് 60 ആണ് എംകോമിലുള്ളത്. ആ ഒരു ക്ലാസ്സിൽ എൻ്റെ തൊട്ടടുത്ത് വലതുഭാഗത്ത് ഇരിക്കുന്നത് ഒരു ഫ്രം യമൻ എന്നാണ്, ഇടതുഭാഗത്ത് നിന്ന് ജോർദാനാണ്, അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ബംഗ്ലാദേശ്, അതുപോലെ തന്നെ സൗദി അറേബ്യ, അതുപോലെ തന്നെ തായ്ലാന്റ്, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പല വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന്, ജമ്മു ആൻഡ് കാശ്മീർ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം, അതുപോലെ തന്നെ കേരളത്തിന്റെ പ്രതിനിധി റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഞാനും, ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഉള്ള ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ഡിഫറെന്റ് സ്റ്റേറ്റ്സ് എന്നുള്ള ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ മിക്സ്ചർ ഓഫ് ഒരു എന്താ പറയാ ഡിഫറെന്റ് കൺട്രീസ് ഉണ്ട്, ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പൊ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ അപ്പൊ ഉണ്ടാകുന്ന ഒരു എക്സ്പോഷറും ഒരു വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, ആരെന്തോ ഡൗട്ട് ചോദിക്കുന്നത്, ആരെന്തോ മെസ്സേജ് അയച്ചിരുന്നു. ഹലോ, അൺമ്യൂട്ട് ചെയ്ത് പറയാട്ടോ. അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഓരോ ആക്ടിവിറ്റീസിനും ഓരോ ക്ലബ്ബുകളാണ്. നമുക്ക് ഇവിടെ എന്താ പറയുക, പാട്ട് പാടാനുള്ള ഒരു കഴിവുള്ള ഒരു കുട്ടിക്ക് നമ്മൾ നോർമലി ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇന്റർസോണ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്താണ്, ഓക്കെ, ഇത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഈ 3 യൂണിവേഴ്സിറ്റി 4 യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പോയ 4 യൂണിവേഴ്സിറ്റിയും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ബട്ട് അക്കാദമിക്കലി ഒക്കെ സെയിം ആണെന്നുണ്ടെങ്കിലും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോയപ്പോൾ ഡിഫറെന്റ് എന്താ പറയാ പല രാജ്യക്കാരെ കാണുന്നത്. അതുപോലെ തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ട്രഡീഷൻസ് കീപ്പ് ചെയ്യുന്നതായിരുന്നു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ലൈഫ് ചൂസ് ചെയ്യാം. ഓക്കെ, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മുടെ നാട്ടിലെ ഒരു കോളേജ് എന്ന് പറയുന്നത്, നമ്മൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ മീൻചന്ദ് ആർട്സ് കോളേജ് അല്ലെങ്കിൽ EMA കോളേജ് അല്ലെങ്കിൽ PSMA കോളേജ്, ഒന്നിന് നമ്മൾ ആ കോളേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താ ടോട്ടൽ അറ്റ്മോസ്ഫിയറെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡിഫറെന്റ് ആയിരിക്കും. അതാണ് അതിന്റെ ഒരു പെക്യുലാരിറ്റി എന്ന് തന്നെ പറയുന്നത്. പിന്നെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓരോ പാട്ട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലത്തീഫ് ഉണ്ടായിരുന്നു, അവന് പാട്ട് പാടാനുള്ള കഴിവ് ഉണ്ടായിരുന്നു. അവന് അതുപോലെ തന്നെ തരാന എന്ന് പറഞ്ഞ ക്ലബ്ബ്, ആ ക്ലബ്ബാണ്ട് ഏറ്റെടുത്തുകയായിരുന്നു. അതുപോലെ തന്നെ പല സ്കീമുകൾ, അവരെന്ത് ചെയ്തും പല പ്രോഗ്രാമിലേക്ക് അവരെന്ത് കൊണ്ടുപോവുക. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത നാഷണൽ ലെവലിലാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. ഏതൊരു എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഇവിടെ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ബി സോൺ കഴിയണം, ഇന്റർ സോൺ കഴിയണം, സ്റ്റേറ്റ് കഴിയണം. പക്ഷെ നമുക്കൊരു എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യുന്നത് നാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ്സിന് വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ എന്ന് പറയുന്നത്, ഡിബേറ്റും ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്താകുന്ന നമ്മൾ നോർമലി സ്റ്റേറ്റ് സിലബസിലൊക്കെ ഡിബേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാസ്സിലെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതായിരിക്കും. പക്ഷെ അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഡിബേറ്റ്സ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ലെവലിൽ സംസാരിക്കുന്നത്, ഇന്ത്യയുടെ എക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ പല ഡിസ്കഷൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ വ്യൂ പോയിന്റ്സ് നമുക്ക് അഡീഷൻ ചെയ്യാൻ കഴിയും. അതൊക്കെയാണ് ഇതിന്റെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. പിന്നെ ക്യാമ്പസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്, നോർമലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റീവ് കമ്പനീസ് വരുന്നത്. ക്യാപ്റ്റീവ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓഫ് ന്യൂയോർക്ക് മെലൻ, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് പാരിബാസ്, BNP പാരിബാസ്. നിങ്ങൾ ഇതൊന്നും ചിലപ്പോൾ മേ ബി കേട്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ഇതൊക്കെ നമുക്കുള്ള സ്കോപ്പാണ്. നമ്മുടെ നാട്ടിലെ MCOM കഴിഞ്ഞിട്ട് ഒരു അക്കൗണ്ടിങ്ങിന് പോകുന്ന ഒരു നോർമൽ ടെൻഡൻസിയാണ് നമുക്ക് കാണാറുള്ളത്, അല്ലെങ്കിൽ ഒരു ടീച്ചിങ്. പക്ഷെ ഇതൊക്കെ നമ്മളെ എക്സ്പോഷർ മാറുന്നത് വെച്ചാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ ഞാൻ 2 ഇയർ ഒരു കോപ്പറേറ്റീവ് കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്, ബാങ്ക് ഓഫ് ന്യൂയോർക്ക് മെലൻ എന്ന് പറഞ്ഞ വേൾഡിലെ നമ്പർ 1 ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിൽ, മീൻസ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദിസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ വരുന്നത് ക്യാപ്റ്റീവ് കമ്പനി ആയിട്ടുള്ള ബാങ്ക് ഓഫ് ന്യൂയോർക്ക് മെലൻ, അതുപോലെ തന്നെ BNP പാരിബാസ്, ഡെക്കാത്തലോൺ, അതുപോലെ തന്നെ വിപ്രോ, TCS, ഇവരൊക്കെയാണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് അതിലൊക്കെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ബാക്കി പിന്നെ ആ യൂണിവേഴ്സിറ്റീസിന്റെ അറ്റ്മോസ്ഫിയർ നമ്മൾ അങ്ങ് കൊണ്ടുപോകും. പിന്നെ അതുപോലെ തന്നെ അക്കാദമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ്ലി നമുക്ക് പറയാനുള്ളത് ലൈബ്രറിയാണ്. അലിഗഡത്തെ ലൈബ്രറി എന്ന് പറയുന്നത് തന്നെ ഏഷ്യത്തിലെ ടോപ്പ് മോസ്റ്റ് ലൈബ്രറി പെട്ട ഒരു ലൈബ്രറിയാണ്. അതിന്റെ പിക്ചറാണ് ഞാൻ വെച്ചത്, ലൈബ്രറിന്റെ പിക്ചർ. അതുപോലെ തന്നെ ആ ലൈബ്രറിയിൽ ഉണ്ടല്ലോ നമ്മുടെ ഇവിടുന്ന് വരുന്ന
കേരളത്തിൽ നിന്ന് അതുപോലെ തന്നെ പല ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ദാറുൽ ഹുദ എന്നൊക്കെ പല സ്റ്റുഡൻസ് വരും. ബിക്കോസ് റയർ ബുക്സുകൾ അലിഗഡ് യൂണിവേഴ്സിറ്റി, അലിഗഡ് മൗലാന ആസാദ് ലൈബ്രറിയിൽ ഉണ്ടാവും. ആ ലൈബ്രറിയിലെ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ജെറോക്സ് കോപ്പി എടുക്കാൻ പറ്റില്ല, അവിടെ പോയിട്ട് നമ്മൾ എഴുതി തന്നെ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മുടെ ID കാർഡ്, ലൈബ്രറിന്റെ ID കാർഡ് ഓൾറെഡി പെർമിഷൻ വാങ്ങിയിട്ടായിരിക്കും അവർ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡൽഹി വരെ വരുന്നത് ഒരു പുസ്തകം റയർ ബുക്ക് വായിക്കാനും വേണ്ടിയിട്ട് മാത്രം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അലിഗഡ് വരെ വരുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഒരു ലൈബ്രറിക്ക്, നമ്മൾ എത്രത്തോളം എൻജോയ് ആണ് ചെയ്യുന്നത്. പിന്നെ ആ ലൈബ്രറിന്റെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 7 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട് 12 o'clock വരേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈബ്രറി അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് അങ്ങ് പോയി കുത്തിരുന്നാൽ തന്നെ ആ ലൈബ്രറിന്റെ സറൗണ്ടിങ്സിൽ എല്ലാവരും വായിക്കുമ്പോൾ നമ്മൾ ടോട്ടലി നമ്മളും അങ്ങ് വായിച്ചു പോകും. അത്രക്കും ഒരു എന്താ പറയാ സൂപ്പർ ലൈബ്രറി സ്ട്രക്ചറാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോർമലി നമ്മൾ PG ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുറെ ജേർണൽസ് വായിക്കേണ്ടി വരും, ആർട്ടിക്കിൾസ് വായിക്കേണ്ടി വരും, പേപ്പേഴ്സ്, ഇതൊക്കെ പെയ്ഡ് ആയിരിക്കും നോർമലി. പക്ഷെ നമ്മൾ ലൈബ്രറി, യൂണിവേഴ്സിറ്റി ലൈബ്രറി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ലൈബ്രറി നമ്മൾ ഉപയോഗിക്കുകയാണെന്നില്ലേ, നമുക്ക് പല പേപ്പേഴ്സ്, ജേർണൽസ്, ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ ഓതറൈസ്ഡ് വെബ്സൈറ്റ്സുകൾ, പല വെബ്സൈറ്റ്സിലും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ പഠിപ്പിക്കുന്ന ജാസിം സാർ പറഞ്ഞ പ്രൊഫസേഴ്സ് എന്ന് പറയുന്നത് അവരുടെ പേപ്പേഴ്സ്, അവരുടെ റിസർച്ച് ഒക്കെ ചെയ്തത് ചിലപ്പോൾ കാംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് അങ്ങനത്തെ ഓരോരോ യൂണിവേഴ്സിറ്റീസിനായിരിക്കും. സോ നമ്മൾ അവരുടെ കീഴിൽ പഠിക്കുമ്പോൾ അവരുടെ എക്സ്പോഷർ ഉണ്ടല്ലോ, അവരുടെ നാഷണൽ പ്രസന്റേഷൻസ്, നാഷണൽ സെമിനാർ, അവരെന്ത് ചെയ്യുന്നു, നമുക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഇവിടെ അതുപോലെ തന്നെ നോർമലി അവിടെ ഉണ്ടാകുന്നതാണ് പേപ്പർ പ്രസന്റ് ചെയ്യാൻ USA പോവുക, അതുപോലെ തന്നെ UK പോകുന്നത്, അവരുടെ സ്കോളേഴ്സ് പോകുന്നത്. അപ്പൊ ആ ഒരു ഗൈഡ് എന്നുള്ളത് അത്രയും എക്സ്പോഷർ, അത്രയും എന്താ പറയാ ഫുൾ ഓഫ് എന്താ പറയാ പൊട്ടൻഷ്യലിറ്റി ഉള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നൊക്കെ പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച സമയത്തൊക്കെ അവിടുത്തെ ഏറ്റവും കൂടുതൽ എന്താ പ്രായമുള്ള ആൾക്കാർ, നമ്മൾ പ്രൊഫസേഴ്സ്, നമ്മൾ ഇവിടുത്തെ പ്രായം എന്നുള്ളവർക്ക് ഞാൻ ഇത് പറയില്ല കേട്ടോ, മീൻസ് നമ്മളൊരു പ്രൊഫസർ എന്നുള്ള ഒരു നോർമൽ സിനിമയിലൊക്കെ കാണുന്ന ഒരു എന്താ പറയുക സെറ്റപ്പ് ആയിരുന്നു. വളരെ നമുക്കത് എന്താ എൻജോയ് ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ IAS, നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ഉണ്ട് അവിടെ ഫ്രീ ഓഫ് കോസ്റ്റില്. നമുക്ക് ഈ കാലഘട്ടം എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് കാലഘട്ടമാണ്. അപ്പൊ ഈ IAS, UPSC, SSC എക്സാംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു എക്സാം നടത്തും. ആ കുട്ടികളിൽ ബ്രില്യൻസ് ആയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യും, അവരെന്ത് ഫ്രീ ഓഫ് കോസ്റ്റിൽ അവരെന്ത് ചെയ്യും, എഡ്യൂക്കേഷൻസ് നടത്തും. അതുപോലെ തന്നെ നമ്മൾ ഈ PG ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡിഫറെന്റ് ഡിപ്ലോമ കോഴ്സ് ഞാൻ ചെയ്തിരുന്നു, ബാങ്കിങ് ഫിനാൻസ് ഞാൻ ചെയ്തിരുന്നു, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഞാൻ ചെയ്തിരുന്നു, ടാലി ആൻഡ് അഡ്വാൻസ്ഡ് മൈക്രോസോഫ്റ്റ് ഒക്കെ സർട്ടിഫിക്കറ്റ് കോഴ്സ്. ജാസിം സാർ പറഞ്ഞാൽ വെറും 1500. അത് നമ്മൾ പുറത്തുനിന്ന് ഇവിടുന്ന് നമ്മളൊരു PGDB ചെയ്യുകയാണെന്ന് 35,000 നമ്മൾ കൊടുക്കണം. അപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ടി, ചെറിയ തുച്ഛ എമൗണ്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഇതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ബിക്കോസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് ഡയറക്റ്റ് ഫണ്ടിങ് ഫ്രം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് HRD, MHRD ഒക്കെ മാറി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പബ്ലിക്കേഷൻസ്, നാഷണൽ സെമിനാർസ്, കോൺഫറൻസ്, ഇതൊക്കെ ഉള്ളത്. കേൾക്കുന്നില്ലേ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ പറയുന്നൊക്കെ? ഓക്കെ. പിന്നെ നമുക്കുണ്ടാകുന്ന കൾച്ചറൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രം കേട്ടോ, ബിക്കോസ് നിങ്ങൾ ഓൾറെഡി അവർ പറഞ്ഞ സ്ഥിതിക്ക് പറയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് അധികം ഇങ്ങനെ പറയുന്നതിനാണ് നല്ലത് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാന്നുള്ളതിലേക്ക് മാത്രം. കൾച്ചറൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അലിഗഡ് യൂണിവേഴ്സിറ്റിക്ക് ഒരു ഡിഫറെന്റ് കൾച്ചർ ആയിരുന്നു, JNUക്ക് ഡിഫറെന്റ് കൾച്ചർ ആയിരുന്നു, പോണ്ടിച്ചേരിക്ക് ഡിഫറെന്റ് ട്രഡീഷൻസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ ട്രഡീഷൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് അലിഗഡിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെ വസ്ത്രം തന്നെ ഒരു ജുബ്ബമാരത്തെ വസ്ത്രങ്ങളായിരുന്നു അവരെ അധികം പ്രൊഫസേഴ്സ് വരെ കീപ്പ് ഇടുക. അതുപോലെ തന്നെ ട്രഡീഷൻസ്, കുറെ ചപ്പൽസ്, തുണികളും നമ്മൾ എന്ത് ചെയ്യും, നോർമലി നമ്മളെ അങ്ങനത്തെ കുറച്ച് ട്രഡീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സീനിയേഴ്സ് റാഗിങ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഞാൻ ഈ 4 യൂണിവേഴ്സിറ്റീസിലേ പോയിട്ടുള്ളൂ. അവിടെ ഒരു റാഗിങ് എന്നൊരു കൺസെപ്റ്റ്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഇല്ല. നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൽ അവിടെയും ഇവിടെയും കാണുന്നല്ലാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ റാഗിങ് എന്ന് പറഞ്ഞതില്ല. പക്ഷെ സീനിയേഴ്സിന് നമ്മൾ നോർമലി നമ്മളൊരു റെസ്പെക്ട് കൊടുക്കും, നമ്മൾ ബായ് എന്ന് കൂട്ടി വിളിച്ചിരിക്കും അവരെ. അതൊരു ട്രഡീഷനാണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാല് അവരുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ പല രാജ്യത്തെ പല ആൾക്കാരെ കാണുന്നത്, നമുക്ക് പല ലൈഫ് സ്റ്റൈൽസ്, നമുക്ക് എന്ത് ചെയ്യും, അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊക്കെയാണ് എഡ്യൂക്കേഷന്റെ റിയൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ. ദാറ്റ്സ് എ പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് റിയൽ എഡ്യൂക്കേഷന്റെ ഔട്ട്കം എന്ന് പറയുന്നത്. മണിയല്ല റിയൽ എഡ്യൂക്കേഷന്റെ ഔട്ട്കം എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും,
ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഫ്ലുവൻസി ഇംഗ്ലീഷസ്. നമ്മൾ ഈ ഇപ്പൊ ഇവിടുന്ന് അലിഗഡിലേക്ക് പോകുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി അറിഞ്ഞിരിക്കണം. ഇതുവരേക്കും നമ്മൾ ഡിഗ്രിക്ക് എഴുതി മാത്രമാണ്, എസ് എയിൽ നമ്മൾ അങ്ങ് ഇംഗ്ലീഷ് അങ്ങ് എഴുതും, നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടുണ്ടാവില്ല. അവിടെ എത്തുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്ത് സംസാരിച്ച് ശീലിക്കുന്നത്. അത് നമ്മുടെ ഒരു ഫസ്റ്റ് ആൻഡ് പ്രൈമായിട്ട് നമുക്കൊരു കിട്ടുന്ന ക്വാളിറ്റി ആയിരിക്കും നമ്മുടെ എന്താ പറയുക ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന്റെ സ്കില്ല് വർദ്ധിപ്പിക്കാറ്. അത് നമുക്ക് സംസാരിച്ചേ മാറ്റാവുന്ന സംസാരിച്ചാലേ മാത്രമേ നമുക്ക് ഫ്ലുവൻസി കിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ എഴുതിയാലേ നമുക്ക് കിട്ടുന്ന സംഭവമല്ല ഫ്ലുവൻസി ഇൻ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. പിന്നെ ഫുഡ് സ്റ്റൈല്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോർത്ത് ഇന്ത്യനിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ ഫുഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ചെറുതായിട്ടൊരു വിമിഷ്ടം ഉണ്ടെങ്കിലും പറ്റില്ലാണ്ടെങ്കിലും പിന്നെ എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ വെച്ചാൽ നോർത്ത് ഇന്ത്യൻ ഫുഡാണെന്ന്. ബിക്കോസ് ആദ്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം തീരെ താല്പര്യമില്ല എന്ന് പറയും, ബിക്കോസ് നമ്മളത് പിന്നെ അത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കും ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് എന്നുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും എന്താ പറയാ, ഇതൊക്കെ എല്ലാവർക്കും എൻജോയ് ചെയ്യണമെന്ന് എല്ലാവർക്കും ഈ ഇരിക്കുന്ന എല്ലാവർക്കും എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള എല്ലാവരും ആയിരിക്കും. പക്ഷെ ചില കൺസേൺസ്, നമുക്ക് ഇതൊക്കെ രസമാണ്, ഒക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഓക്കെ ഞാൻ ഇല്ല എന്ന് പറയാനുള്ള കാരണം ഒരേ ഒരു കാരണമാണ്, രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന് ഫീസാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അത്രയും ദൂരം പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ചെലവില്ലേ എന്ന് ചോദിച്ചു. നോർമലി നമ്മളെ പാരൻസ് വരെ ചോദിക്കുന്നതാണ്, ഞാനും വന്ന് അത് തിങ്ക് ചെയ്താണ്, നല്ല ചെലവുണ്ടാവില്ല എന്ന്. പക്ഷെ എന്ന് പറയാലോ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ഫീസ് ഒക്കെ വളരെ കുറവുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് പല സ്കോളർഷിപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പഠിക്കുമ്പോൾ സെൻട്രലിന്റെ വക സ്കോളർഷിപ്പ് ഉണ്ടാവും, സ്റ്റേറ്റിന്റെ വക സ്കോളർഷിപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ വക സ്കോളർഷിപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിഫറെന്റ് അലുമിനീസിന്റെ വക സ്കോളർഷിപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ പല സംഘടനകളുടെ വക സ്കോളർഷിപ്പ് ഉണ്ടാവും. എനിക്ക് അലുമിനീസിന്റെ വക സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, വേറെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ആ അലുമിനീസ് എനിക്ക് അലുമിനി കിട്ടിയത് പറഞ്ഞാല് അലിഗഡിലെ അലുമിനി ആയിട്ടുള്ള വാഷിംഗ്ടൺ അഹമ്മദ് അൻസാരി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് എനിക്ക് സ്കോളർഷിപ്പ് തന്നത്. അറൌണ്ട് 40,000 എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ സ്കോളർഷിപ്പ് ഉപയോഗിച്ച് ഞാൻ നോർത്ത് ഇന്ത്യ ഏകദേശം ട്രാവൽ ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. അത്രയും നമുക്ക് എന്ത് ചെയ്ത് നമ്മൾ അഡ്മിഷൻ ഫീസും ഒക്കെ കഴിഞ്ഞാലും നമുക്ക് സ്കോളർഷിപ്പ് അത്രയും നമുക്ക് ഉണ്ടാവും. ബിക്കോസ് എക്സ്പെൻസ് എന്നുള്ളത് വളരെ തുച്ഛമായിരിക്കും. ബിക്കോസ് നമ്മൾ ഇവിടെ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മളൊരു EMA കോളേജിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ബൈക്കിൽ എണ്ണ അടിച്ച് പോകുമ്പോഴുള്ള ചെലവ് പോലും ഉണ്ടാവില്ല. നമുക്ക് ടോട്ടലായിട്ട് ഇയർലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്സ്പെൻസ് എന്നുള്ളത് അത്രയും വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റൽസ് ഫ്രീ ആണ്. അവിടെ നമുക്ക് കൊടുക്കേണ്ട മെസ്സിനൊരു 1000, ഞാൻ പഠിക്കുന്ന സമയത്ത് 1000 ആയിരുന്നു. ഐ തിങ്ക് 1400 ആയിരിക്കും ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ളത്. അത് 1 മന്തിൽ നമുക്ക് കൊടുക്കേണ്ടതാണ്. അതിനൊക്കെ നമുക്ക് സ്കോളർഷിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് തിന്നണ ക്യാഷിന് മാത്രം കൊടുത്താൽ മതി. ബിക്കോസ് നമുക്ക് വെക്കേറ്റഡ് ആയ പീരീഡുള്ള സമയത്ത് ഒന്നും കൊടുക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ കൊടുക്കുന്നതിൽ അപ്പുറം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരു എക്സാം ഉണ്ട്, എക്സാമിലൊക്കെ നിങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ സ്കോളർഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ അത്രയും ഏകദേശം നോർത്ത് ഇന്ത്യ എനിക്ക് കിട്ടിയ സ്കോളർഷിപ്പ് കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു ഏരിയ എക്സെപ്റ്റ് കാശ്മീർ ഞാൻ പോകാൻ നേരത്തായിരുന്നു കർഫ്യൂ ഉണ്ടായിരുന്നത്. പിന്നെ ഇനി ഇതൊക്കെ നമുക്ക് സെക്കൻഡ് കൺസേൺ കേട്ടോ, ഒരു ദൂരെ അല്ലേ എന്നുള്ളൊരു കൺസേൺ. ബിക്കോസ് നമ്മളെ ഫാമിലി നമ്മൾ പറയും അത്രയും ദൂരം പോയി പഠിക്കണ്ടേ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു കൺസേൺ ഉണ്ട് ചില ആൾക്കാർക്ക്. പക്ഷെ അവിടെ വളരെ സെക്യൂർ ആണ്, യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ വളരെ സെക്യൂർ ആണ്. പിന്നെ അതുപോലെ തന്നെ ഗേൾസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽസുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കേൾക്കുന്ന ന്യൂസുമാരല്ല. ബിക്കോസ് ഐ ആം എൻ അലീഗ്, ഞാനും ഒരു എന്താ പറയുക അലൂമിനിയാണ്. ബിക്കോസ് ഞാൻ അവിടെ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പറയാണ്, അത്രയും നമുക്ക് എന്താ പറയുക സേഫ്റ്റി ഉണ്ട്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ എഡ്യൂക്കേഷൻസും നമ്മൾ അക്കാദമിക് പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അത്രയും സെക്യൂർ ഒക്കെ തന്നെയാണ് അതിൻ്റെ ഉള്ളിലും. പിന്നെ ഇനി എങ്ങനെ നമ്മൾ ഇതിലേക്ക് എത്തിപ്പെടണം? ഇപ്പൊ ഈ രണ്ട് കൺസേൺസും നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾ എന്ത് ചെയ്തത് നിങ്ങൾക്ക് മാറി എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് കോസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് നമുക്ക് ഏറ്റവും കുറവാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സിലബസ് ആണ്. ഈ നേരത്തെ പറഞ്ഞ ജാസിം സർ പറഞ്ഞ സിലബസ് എന്ന് പറഞ്ഞാൽ ഓവറോൾ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ നമ്മളെ നോർമലി നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, നമ്മളെ ക്ലാസ്സിലെ ടോപ്പർ ആയിട്ടുള്ള ആൾക്കാർ പൊതുവേ ഒരു എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ ഒരു ആവറേജ് സ്റ്റുഡന്റിനേക്കാളും താഴയിലോട്ട് വരും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിന്റെയും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനും ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി essay ടൈപ്പ് എക്സാംസുകളാണ് നടത്തുക. സോ കണ്ടന്റ് വൈസ്ഡ് നമ്മൾ പഠിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ച് അങ്ങ് എഴുതലാണ് നമ്മൾ നോർമലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൽ എന്നിട്ട് ടോപ്പർ ആവുന്നത്. അത് മാറിയിട്ട് നമ്മൾ കണ്ടന്റ് ബേസ്ഡ് സ്റ്റഡി നടത്തണം. കണ്ടന്റ് ബേസ്ഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ
കണ്ടന്റ് അല്ല കേട്ടോ, കൺസെപ്ച്വൽ ബേസ്ഡ് സ്റ്റഡി എന്നത്. കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അതിന്റെ കൺസെപ്റ്റ് ക്രക്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നിരുന്നാൽ നമുക്ക് എന്ത് സബ്ജക്റ്റീവ് എന്നുള്ള ഒബ്ജക്റ്റീവിലേക്ക് മാറാൻ കഴിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കാരണം പല പല മോഡൽ ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്സ് ഉള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ കിട്ടും. കാരണം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അക്കൗണ്ടിങ്, ബിസിനസ് ഫിനാൻസ്, ഇൻകം ടാക്സ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, എക്കണോമിക്സ്, ഈ ഒരു 5 സബ്ജക്റ്റോളം നിങ്ങൾ മെയിൻ ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഈസി ആയിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. ഓക്കെ, ദെൻ കാരണം അലിഗഡ് മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ, ബിക്കോസ് ഇവിടെ ഓൾറെഡി അപ്ലൈ ചെയ്ത് ജാമിയ മില്ലിയ അപ്ലിക്കേഷൻസ് കഴിഞ്ഞിട്ടുണ്ട്, ഈ മാസം 10th കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാനു യൂണിവേഴ്സിറ്റി, മൗലാന ആസാദ് ഉറുദു യൂണിവേഴ്സിറ്റിൻ്റെത് ഈ മാസം കഴിഞ്ഞ 14th കഴിഞ്ഞു. ഇനി നാളെ കൂടി ഉള്ളൂ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റീസിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ആണ്. ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അപ്ലിക്കേഷൻസ് ചെയ്യുക. കാരണം നാളെ കഴിഞ്ഞ പിന്നെ ഇതുവരേക്കും ലാസ്റ്റ് ഡേറ്റ് June 30th ആയിരുന്നു. അവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ടിൽ ലാസ്റ്റ് 20 ജൂലൈയിൽ ഇപ്പം ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ എക്സാമിനേഷന്റെ ഡേറ്റ് എന്നുള്ളത് അത് കോവിഡ് സിറ്റുവേഷൻസിന്റെ ബേസിൽ നമുക്ക് ഇതുവരേക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഐ തിങ്ക് ഇന്നലെ വന്നൊരു ന്യൂസ് ഉണ്ട്, CUSET ഇനി ഈ പ്രാവശ്യം 2021 നടക്കുന്നില്ല. UGC ഗൈഡ് ലൈൻ ഉണ്ട്. CUSET എന്ന് പറഞ്ഞാൽ 14 യൂണിവേഴ്സിറ്റീസ്, ഇന്ത്യയിലെ മൊത്തം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എത്ര ഉണ്ട് വെച്ചാൽ 54 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതില് ഒരു വെൽ നോൺ പോപ്പുലാരിറ്റി ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസുകളാണ് CUSET വരുന്നത്. 14 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വരുന്ന ഒരു എക്സാം ആണ് CUSET. ഇനി ഇപ്പോഴത്തെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അമിത് ഖാരെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനും 2022 കോവിഡ് സിറ്റുവേഷൻ കഴിഞ്ഞാൽ CUSET ആയിരിക്കും ഇനി ഒറ്റൊരു എൻട്രൻസ് എക്സാമേ ഉണ്ടാവുള്ളൂ. ആ ബേസിലാക്കാണ് നിങ്ങൾ വരുന്നത്. ഇപ്പോൾ ഉള്ള ഒരു പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം എൻട്രൻസ് എക്സാമിൽ സ്കോർ ചെയ്തോ എന്നിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് അഡ്മിഷനാണ്. ഇനി വരാനുള്ളത് കുറെ ഇനി ക്രൈറ്റീരിയസ് ഉണ്ടാവും. 50% മാത്രമേ എന്താ പറയുക എൻട്രൻസ് എക്സാമിന്റെ മാർക്സ് എടുക്കുള്ളൂ. പിന്നെ ഉള്ളത് PGൻ്റെതോ UGൻ്റെതോ മാർക്ക് ലിസ്റ്റ് ഒക്കെ നോക്കുന്നു. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകണം. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20th ജൂലൈ ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 500 ആണ് അപ്ലിക്കേഷൻ ഫീസ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്റ്റൻസ് സ്റ്റഡി കഴിയോ, അലിഗഡിലെ ഡിസ്റ്റൻസ് MCOM ഡിസ്റ്റൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഐ തിങ്ക് എന്താ പറയാ സ്റ്റാർട്ടിങ്ങിലെ ഇതിലാന്നുള്ളൂ. അതിനെന്നല്ലേ നമ്മൾ അവിടെ ആ ഒരു ക്യാമ്പസിന്റെ ഫീല്, അതുപോലെ തന്നെ എക്സാം സെന്റർ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ പോയി എഴുതണം കേട്ടോ. അവിടെ തന്നെ പോയി എഴുതണം. അതൊക്കെ എന്താ പറയാ നിങ്ങളാണ്ട് എത്തിയാല് അവിടുത്തെ സംഘടന എന്താ പറയാ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അമ്മൂമ്മ നമ്മളെ വിളിക്കുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലയാളി അസോസിയേഷൻ, ആ സംഘടന നിങ്ങൾക്ക് റൂം തരും. അതുപോലെ തന്നെ എക്സാമിന്റെ ഫുഡിന്റെ അറേഞ്ച്മെന്റ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്തു അവർ പ്രൊവൈഡ് ചെയ്യും. നിങ്ങളത് എത്തിക്കൊടുത്താൽ മതി. ബിക്കോസ് അത്രയും ഒരു എന്താ പറയാ അവിടെ അങ്ങനത്തെ ഒരു പാർഷ്യാലിറ്റിയോ റാഗിങ്ങോ അങ്ങനത്തെ ഒരു ഒന്നും ഉണ്ടാവില്ല. ബിക്കോസ് അത്രയും ഫ്രണ്ട്ലി ആയിരിക്കും യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ അത് എല്ലായിടത്തും കേട്ടോ, ഒരു അലിഗഡ് എന്ന് മാത്രമല്ല, ഞാൻ അലിഗഡിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ആ യൂണിവേഴ്സിറ്റീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 60 സീറ്റ്സിൽ 48 സീറ്റ്സ് ആണ് എൻട്രൻസ് ബേസ്ഡ് ഉണ്ടാകല്. 12 സീറ്റ്സ് എന്തുമായി ബന്ധപ്പെട്ടാണ് ഡിഫറെന്റ് കോട്ടാസ്, സ്പോർട്സ് കോട്ട അങ്ങനത്തെ പല പല കോട്ടാസിൽ വരുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചാൽ നിങ്ങൾ ഒബ്ജക്റ്റീവ് സ്റ്റഡിയാണ് പഠിക്കുന്നത്. ബെസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് കൂടി പറയാണ്, സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോൾ നിങ്ങൾ നെറ്റ് ക്ലിയർ ആവും. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ നെറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി നിങ്ങൾക്ക് പോരാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, മോഡൽ ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നെറ്റ് ഉണ്ടാവും. നെറ്റ് ഓർ JRF നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ബിക്കോസ് ഞാനൊക്കെ സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോൾ എൻ്റെ കയ്യിൽ നെറ്റ് വരാനുള്ള കാരണം, അതുപോലെ ഇപ്പൊ ഞാൻ JRF ഹോൾഡറുമാണ്, അതൊക്കെ കിട്ടാൻ തന്നെ കാരണം ഇതിന്റെ ഒക്കെ ഒരു കൺസെപ്ച്വൽ ബേസിൽ ഈ നമ്മൾ അന്ന് മുതൽ തന്നെ ഇതിന്റെ ഒരു കേസിലാണ് നമ്മൾ എന്താ സ്റ്റഡി പോകുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് സ്റ്റഡിയിലേക്ക് നമ്മൾ മാറിയാൽ തന്നെ നമുക്ക് നോർമലി നമുക്ക് കിട്ടേണ്ടതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് കാര്യം ചോദിക്കട്ടോ. വളരെ സമയം എന്ത് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ധൃതിയാണെന്ന് അറിയാം. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ബേസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
പല ഫെസിലിറ്റീസും ഉണ്ട്. അതൊരു ചെറിയൊരു എന്താ പറയുക കൺക്ലൂഡ് ചെയ്ത് കൺസൈസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നിങ്ങൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറായിരുന്നു. ബിക്കോസ് നമുക്ക് ഞാൻ നിങ്ങളെ എന്താ പറയുക മൊബൈലിലേക്കാണ് നോക്കുന്നത്. മേ ബി ചാറ്റിങ് അങ്ങനെ വരുന്നതുകൊണ്ട്. സാറേ, ഇതിന്റെ എക്സാമുകളൊക്കെ നമ്മൾ അവിടെ പോയി എഴുതണം? ഓക്കെ, എഴുതണം. ഡൽഹിയുടെയും എല്ലാത്തിന്റെയും? ഡൽഹി യൂണിവേഴ്സിറ്റീസിന്റെ സാറ് പറഞ്ഞല്ലോ കുറെ എക്സാം സെന്റേഴ്സ് ഉണ്ടെന്ന്. അലിഗഡിന്റെ അവിടെ പോയി എഴുതണം. അതുപോലെ തന്നെ ജാമ്യ മില്ലിയ ഉണ്ട്. ജാമ്യ മില്ലിയ ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടോ? അവിടെ പോയി എഴുതണം. അതുപോലെ തന്നെ മാനു എന്നുള്ള ഹൈദരാബാദ് യൂണിവേഴ്സിറ്റീസ് അവിടെ പോയി എഴുതണം. അതൊക്കെ എന്ത് ചെയ്യുന്നത്, അതൊക്കെ നമ്മളിപ്പോ ട്രാവലിങ്ങിൽ ഏറ്റവും കൂടുതൽ പാഷൻ കാണിക്കുന്ന ആൾക്കാരല്ലേ. ദെൻ വായ് എന്തുകൊണ്ട് പറ്റൂല? പിന്നൊരു നമുക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റിയും കൂടി എന്താ പറയുക, നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പിന്നെ ഒരു പേടിയേ ഉണ്ടാവില്ല. നമ്മൾ അവിടെയൊക്കെ UP-യിലൊക്കെ പോയി യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നത്, എങ്ങോട്ട് പോകാനും നമുക്കൊരു ചെറുതായിട്ട് പോകാത്ത ആൾക്കാർക്ക് എന്തായാലും ഉണ്ടാവും. എത്ര വലിയ ആണാണെന്നായിക്കോട്ടെ, ഒരു സ്റ്റേറ്റ് വിടുമ്പോൾ ഒരു മനസ്സിനുള്ള ഒരു പേടി. പക്ഷെ നിങ്ങൾ ആ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ക്വാളിറ്റീസ് ഉണ്ടല്ലോ, ടോട്ടൽ ക്വാളിറ്റീസാ. ഓഫ് ക്യാമ്പസ് ഉണ്ട് കേട്ടോ, പക്ഷെ MCOM ഇല്ല കേട്ടോ, MBA മാത്രമാണ്. പെരിന്തൽമണ്ണ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസ് ഉണ്ട് പെരിന്തൽമണ്ണ, പക്ഷെ MCOM സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, MBA ആണുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അവിടെ അഡ്മിഷൻ കിട്ടിയാൽ എക്സാം ക്ലിയർ ചെയ്യാൻ ഒരു ടഫും ഇല്ല. അതാണ് നമ്മൾ പറഞ്ഞത്. കൺസെപ്ച്വൽ ബേസിൽ നിന്ന് കണ്ടന്റ് ബേസിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കൺസെപ്ച്വൽ ബേസിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടുത്തെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അവിടുത്തെ എൻട്രൻസ് കിട്ടും. കാരണം നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് തന്നെയാണ്. നിങ്ങൾ വേറെ ഒന്നും എക്സ്ട്രാ ഒന്നും പഠിക്കണ്ട. നിങ്ങൾ പഠിച്ച ഡിഗ്രിയുള്ള സബ്ജക്റ്റ് മാത്രമാണ് അവർ ചോദിക്കുള്ളൂ. എക്സ്ട്രാ ഒരു സബ്ജക്റ്റ് ആഡ് ചെയ്ത് ചോദിക്കൂല. പക്ഷെ എവിടെയാണ് നമ്മൾ തോൽക്കുന്നത് വെച്ചാല്, നമുക്ക് നമ്മളെ പഠിച്ച വിഷയത്തിൽ തന്നെ നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ആ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് അഡ്മിഷനും ഏത് നെറ്റ് എക്സാമും ഏത് എക്സാമും ചെയ്യുന്നത് ഈവൻ ഫസ്റ്റ് സെമസ്റ്റർ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കഴിയും. ഓക്കെ ആണോ? ഇനി ജാസിം സാർ നമുക്ക് എന്തൊക്കെയാണ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മളെ കോഴ്സ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ജാസിം സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ തന്നെ സിലബസ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. സ്ക്രീൻ വിസിബിൾ അല്ലേ? ബാക്കിയുള്ളവരൊന്ന് മെൻഷൻ ചെയ്യട്ടോ. ഓക്കെ, അപ്പം ഓക്കെ ശ്രദ്ധിക്കാം. അപ്പം പറഞ്ഞു ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കണം, അതിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അതിന്റെ സിലബസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു നമ്മൾക്ക് എങ്ങനെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. അപ്പൊ അതിന് ഒരു ആൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ എഡ്യൂകോംസ് എന്നുള്ള പ്ലാറ്റ്ഫോം ഒരു സെപ്പറേറ്റ് MCOM എൻട്രൻസ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വർഷം. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളോട് സ്റ്റുഡൻസ് അടക്കി എൻക്വയറി ചെയ്തിരുന്ന ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഫോളോ അപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ പല കാരണം കൊണ്ട് നടന്നിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം ഓൺലൈൻ ഇങ്ങനെ ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് നമ്മൾ എഡ്യൂകോംസ് എന്നുള്ള ലേണിംഗ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഒരു സെപ്പറേറ്റ് MCOM എൻട്രൻസ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എൻട്രൻസ് കോച്ചിങ്ങിൽ നമ്മൾ പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട് ഈ ഒരു കോച്ചിങ്ങിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ ക്ലിയർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ട്സും എല്ലാ മെറ്റീരിയൽസും എല്ലാ കണ്ടന്റ്സും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ കണ്ടന്റ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കുക, MCOM എൻട്രൻസ് കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മിനിമം 50+ hours ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം എല്ലാ എൻട്രൻസും വരെ ഇനിയിപ്പോൾ ഏകദേശം സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിലാണ്. നമുക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ എൻട്രൻസ് കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 50+ hours ലൈവ് ക്ലാസ് ഉണ്ടാവും. ആ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. കാരണം ഇത് എഡ്യൂകോംസ് എന്നുള്ള ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ് ഉണ്ടാവും. അതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഈ ലേണിംഗ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈവ് ക്ലാസ് നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അല്ല. നമ്മളിവിടെ പറഞ്ഞു കൺസെപ്റ്റ് ബേസ്ഡ് സ്റ്റഡിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നമ്മളോട് എസ് എഴുതാൻ പറയില്ല, അല്ലെങ്കിൽ 4 മാർക്കിന് ആൻസർ അല്ല എഴുതാൻ പറയാം. നമ്മളോട് കൺസെപ്റ്റ് വെച്ചിട്ട് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും ഈ പറഞ്ഞ ഓരോ സബ്ജക്റ്റിനും. പിന്നെ നമ്മൾ പറഞ്ഞു ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. ദെൻ എക്സാമിനേഷൻ ടിപ്സ്, നമ്മൾ ഇതുവരെ പഠിച്ച യൂണിവേഴ്സിറ്റി എക്സാമിന് എഴുതിയ ടിപ്സ് എല്ലാം ആരും സ്ട്രാറ്റജി അല്ല നമ്മൾ MCQ ക്വസ്റ്റ്യൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വേറെയാണ്. പിന്നെ നെഗറ്റീവ് മാർക്സും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ അറിയുന്നത് ആൻസർ ചെയ്യുക എന്നുള്ളതും പിന്നെ അതുപോലെ ആ ടൈമിന്റെ ഉള്ളിൽ ആൻസർ ചെയ്യുക എന്നുള്ളത്, പിന്നെ ആൻസർ ഒന്ന്
ഓപ്ഷൻസ് ആൻസറിലേക്ക് എത്തുക എന്നുള്ള ഒരുപാട് അങ്ങനെയുള്ള എക്സാമിനേഷൻ ടിപ്സ് ഉണ്ട്. ഒരു MCQ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് ആ എക്സാമിനേഷൻ ടിപ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കോഴ്സിൽ തന്നെ ഓരോ വീക്കെൻഡിലും ഓരോ സൺഡേസിലും നമ്മൾ ഓൺലൈൻ എക്സാംസ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിൽ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടുന്നവരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൈസ് പ്രൊവൈഡ് ചെയ്യാനോ പറ്റും. അപ്പോൾ വീക്കിലി ഓൺലൈൻ എക്സാംസ് ഉണ്ടായിരിക്കും. പിന്നെ ഡേ വൈസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ഓരോ ഏരിയാസ് എടുത്ത് കഴിഞ്ഞ ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമ്മൾ അന്ന് തന്നെ ഡിസ്കസ് ചെയ്യും. ദെൻ കവറേജ് ഓഫ് ഓൾ സിലബസ് ഏരിയാസ്, നമ്മൾ MCOM എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സിലബസ് ഏരിയാസും നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ കവർ ചെയ്യും. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഓക്കെ, ഇപ്പോൾ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ ആണെങ്കിൽ അലിഗഡിൻ്റെ ആണെങ്കിൽ ഡൽഹിൻ്റെ ആണെങ്കിൽ ആ ഒരു കുറച്ച് ഇയർത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആവും നിങ്ങളെ വീക്കിലി എക്സാംസിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേ വൈസുള്ള ക്ലാസ്സിന്റെ എൻഡിലും നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് വെച്ചിട്ടാണ് നമ്മൾ ഈ MCOM എൻട്രൻസ് കോച്ചിങ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മിനിമം 50+ hours ലൈവ് ക്ലാസ്, അതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ദെൻ അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, പിന്നെ വീക്ക്ലി ഓൺലൈൻ എക്സാംസ്, ദെൻ എല്ലാ സിലബസും നമ്മൾ കവർ ചെയ്യും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഈ കോഴ്സിന്റെ ആകെ ഫീസ് വരുന്നത് 1500 ആണ്. 1500 രൂപയാണ് ഈ ഒരു കോഴ്സിന്റെ ഫീസ് വരുന്നത്. ഓക്കെ, പിന്നെ കോഴ്സ് എടുക്കുന്ന ഫാക്കൽറ്റീസ് ആണ് റഫീഖ് അലി മുണ്ടോൺ സർ, EMA കോളേജ് പ്രൊഫസറാണ്. ദെൻ നേരത്തെ ക്ലാസ് എടുത്ത ഷഫീഖ് സാർ JRF ഹോൾഡർ ആണ്, അലുമിനി ആണ്. ദെൻ മുനവർ ജാസിം സർ, ഞാൻ തന്നെ EMA കോളേജിൽ പ്രൊഫസേഴ്സ് ആണ്, നെറ്റ് ക്വാളിഫൈഡ് ആണ്. ഈ ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വെൽ ക്വാളിഫൈഡ്. അതുപോലെ തന്നെ ഈ നെറ്റ് സെറ്റ് പോലുള്ള കോച്ചിങ്സിന് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ആണ്. ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാവരും എന്താണ് ഓൾറെഡി നെറ്റ് കോച്ചിങ്സ് JRF കോച്ചിങ്ങിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ആണ്. ഓക്കെ, പറഞ്ഞ 3 പേരും. പിന്നെ ഈ എഡ്യൂകോംസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ഈ ഒരു കോഴ്സ് മാത്രമല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, കേരള ഗവൺമെന്റ് PSCന്റെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്നുള്ള കോഴ്സ്, അതായത് MCOM ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള കോഴ്സ് ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മന്ത് മുതൽ. 70 above സ്റ്റുഡൻസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെറ്റ് സെറ്റിന്റെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. above 100-ലധികം സ്റ്റുഡൻസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെറ്റ് സെറ്റ് കൊമേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ +1 ക്രാഷ് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു MCOM എൻട്രൻസ് കോച്ചിങ് എന്നുള്ളത് നമ്മളെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളെ ഏത് സബ്ജക്റ്റിലും ഏത് ഡൗട്ട്സും ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും സപ്പോർട്ടും ചെയ്യാൻ പറ്റിയ ഒരു ടീമാണ് ഈ ഒരു എഡ്യൂകോംസിൽ ഈ MCOM എൻട്രൻസ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഓൺലൈനായിട്ട് നമുക്ക് ഈസി ആയിട്ട് നിങ്ങളെ മോൾഡ് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടത് നിങ്ങൾ പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക, നിങ്ങൾ കറക്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങളെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളെ അഡ്മിഷൻ ഉറപ്പുവരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ലൈവ് ക്ലാസ് പിന്നെ സബ്ജക്റ്റുകൾ നമ്മൾ പറഞ്ഞു. മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഇപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്ത സബ്ജക്റ്റുകൾ ഇത്രയാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിന് പുറമെ ഏതെങ്കിലും സബ്ജക്റ്റ് വേണം. ഇപ്പൊ ഇന്റർനാഷണൽ ബിസിനസ് ഒരു സ്റ്റുഡന്റിന് ഇന്റർനാഷണൽ ബിസിനസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ആ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഓൾറെഡി നെറ്റ് കോച്ചിങ്ങിനോ അല്ലെങ്കിൽ STOന്റെ കോച്ചിങ്ങോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിന്റെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ മെയിൻ ആയിട്ട് ഇതിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിങ്ങിന് ഏതൊരു എൻട്രൻസ് എക്സാമിനും MCOM എൻട്രൻസ് എക്സാമിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാരണം നമ്മൾ ഓരോ സെമസ്റ്ററിലും അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജർ അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ QT ആൻഡ് BNS ഇതൊക്കെ നമ്മൾ MCQ ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കുക. വലിയ വലിയ പ്രോബ്ലംസ് ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്യണമല്ല, അതിനുള്ള MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ദെൻ ഇൻകം ടാക്സ് ആൻഡ് GST, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ബാങ്കിങ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, ലോ ആൻഡ് ഓഡിറ്റിംഗ് ആൻഡ് എക്കണോമിക്സ്. 3 സബ്ജക്റ്റുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇതിന്റെ ഒരു MCQ ഓറിയന്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് വ്യൂ ആണ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഫ്യൂച്ചേഴ്സും ഡെഫിനിഷനും മീനിങ്ങും നിങ്ങളെ കാണാതെ പഠിപ്പിക്കില്ല. ഓരോന്നിന്റെ കൺസെപ്റ്റ്, ഇപ്പൊ എന്താണ് മാർക്കറ്റിംഗ്, എന്താണ് മാർക്കറ്റ് മാനേജ്മെന്റ്, എന്താണ് മാർക്കറ്റ് മയോപ്പിയ, അല്ലെങ്കിൽ എന്താണ് കോറിലേഷൻ, അതിന്റെ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ കുറെ ബൈ ഹാർട്ട് സ്റ്റഡി അല്ല വേണ്ടത്. ഇപ്പൊ ഞങ്ങൾ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ അലിഗഡും ഡൽഹിയിലൊക്കെ ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും, ഒരുപാട് ബിലോ ആവറേജ് അല്ല മാർക്ക് കുറവുള്ള സ്റ്റുഡൻസും ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഒരു ജസ്റ്റ് 50 above 55 കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ടാവും, റാങ്കിൽ മുമ്പിലായിരിക്കും. ഒരു 90% മുകളിൽ കിട്ടിയ സ്റ്റുഡൻസ് ചിലപ്പോൾ ഈ ഒരു 60% കിട്ടിയ ഡിഗ്രിക്ക് 60% മാർക്ക് കിട്ടിയവന്റെ താഴത്താവും ഈ above 90% അല്ലെങ്കിൽ above 85% ഡിഗ്രിക്ക് മാർക്ക് കിട്ടിയ സ്റ്റുഡന്റ് എന്നുള്ളത്. കാരണം ഇവിടെ നോക്കുക MCOMന്റെ എൻട്രൻസ് എക്സാമിലെ മാർക്ക് മാത്രമാണ്. അപ്പൊ എൻട്രൻസ് എക്സാം നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നോ
അതിനനുസരിച്ച് നിങ്ങൾക്ക് റാങ്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് വൺ ഓഫ് മൈ ഫ്രണ്ട് ഫുലൈൽ എന്നുള്ള ഡിഗ്രി യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് എന്നുള്ള എന്താണ് കമ്പാരിറ്റീവ് കുറവായിരുന്നു ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യാണ്. പക്ഷെ അന്ന് ആ യൂണിവേഴ്സിറ്റിയിലെ റാങ്കിൽ ഫസ്റ്റ് ടോപ്പ് 5 വന്ന ഒരാളാണ്. ഓക്കെ, കാരണം അത് M.Com എൻട്രൻസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിരുന്നു ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്. അതുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ടോപ്പ് റാങ്ക് ഓൾട്ടർനേറ്റീവ് റാങ്ക് കിട്ടിയത് ഈ ഒരു ഫുലൈൽ എന്നുള്ള സ്റ്റുഡന്റ് വ്യക്തിക്കായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു എൻട്രൻസ് ഓറിയന്റഡ് സ്റ്റഡി നമ്മൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എത്രയാണ് നമ്മളെ ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? 1500 ആണ് കോഴ്സിന്റെ ഫീസ്. നെക്സ്റ്റ് മൺഡേ മുതൽ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഡെയിലി 1.5 hours ആണ് ക്ലാസ് ഉണ്ടാകുക. അങ്ങനെ 30 or 33 ഡേയ്സിന്റെ ഉള്ളിൽ നമ്മൾ കോഴ്സ് ഫിനിഷ് ചെയ്യും. അതിൻ്റെ ഇടയിൽ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ ബാക്കിയുള്ള ഫോളോ അപ്പും കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. വീക്കിലി എക്സാംസ് ഉണ്ടായിരിക്കും. ആ എക്സാമിന്റെ മാർക്ക് ലിസ്റ്റ് നമ്മൾ വിത്തിൻ 1 hourന്റെ ഉള്ളിൽ നമ്മൾ പബ്ലിഷ് ചെയ്യും, കറക്ഷൻസ് മേക്ക് ചെയ്യും. ദെൻ 24 hours നിങ്ങളെ ഡൗട്ട് ക്ലിയറിംഗ്സിന് ഹെൽപ്പ് ചെയ്യുന്നുള്ള ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ആണെങ്കിലും ഫോണിലൂടെ ആണെങ്കിലും ഞങ്ങളുടെ 3 ഫാക്കൽറ്റീസും ഫുൾ ടൈം അവൈലബിൾ ആവും. ആരോട് വേണമെങ്കിലും ഏത് സബ്ജക്റ്റ് ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. ഓക്കെ, കാരണം ഓൾറെഡി നമുക്ക് ഇത്രയും റിസോഴ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഏത് ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു പഠിത്തം നിങ്ങൾ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു സ്റ്റഡി നിങ്ങൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ M.Com എൻട്രൻസിന് മാത്രമല്ല അത് നിങ്ങൾ PG പഠനത്തിനും സപ്പോർട്ട് ചെയ്യും. കാരണം ഓരോ കൺസെപ്റ്റും നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മൾ ഓരോരുത്തരും ഡിഗ്രിക്ക് എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്കും അറിയാൻ പറ്റും. നമ്മളൊരു എക്സാം ഓറിയന്റഡ് സ്റ്റഡി ആയിരുന്നു ഡിഗ്രിക്ക് നമ്മൾ പഠിച്ചിരുന്നത്. എക്സാക്ക് എന്ത് വരും അത് മാത്രം കാണാതെ പഠിക്കുക. അതിന്റെ കൺസെപ്റ്റ് എന്താണ്, അതിന്റെ വ്യൂ പോയിന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലായിരുന്നു. അപ്പൊ ഇത് ഓരോന്നും നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ PG എക്സാം നിങ്ങൾക്ക് വളരെ ഈസി ആക്കി തരും. അതുപോലെ ഈ പറഞ്ഞ നെറ്റും സെറ്റും JRF കിട്ടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ എൻട്രൻസ് എക്സാമിന് ടോപ്പ് മാർക്ക് കിട്ടിയവർക്ക് തന്നെയാണ് ഫസ്റ്റ് അറ്റംപ്റ്റിലെ PG ഫസ്റ്റ് ഇയറിലും അല്ലെങ്കിൽ തേർഡ് സെമ്മിലൊക്കെ നെറ്റും സെറ്റും ക്വാളിഫൈ ആറുള്ളത്. ഇപ്പൊ ഷഫീഖ് സാർ അല്ലെങ്കിൽ ഫുലൈൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻട്രൻസിൽ ടോപ്പ് റാങ്ക് കിട്ടിയ ആൾക്കാർ തന്നെയാണ് PG പഠിക്കുന്ന സമയത്ത് തന്നെ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാറുള്ളത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വ്യൂ ആണ് നിങ്ങൾക്കും കിട്ടേണ്ടത്. പിന്നെ ഈ പറഞ്ഞ ഈ ഒരു ബേസിൽ തന്നെയാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ PSC വിളിച്ചതാണെങ്കിലും ദെൻ സെൻട്രൽ ഗവൺമെന്റിന്റെ M.Com ക്വാളിഫിക്കേഷനുള്ള എക്സാംസ് ഒക്കെ ഈ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എത്രയാണ് നമ്മൾ ഈ M.Com എൻട്രൻസ് കോച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ചെയ്യാം. ദെൻ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് എടുത്താൽ അത്രയും പെട്ടെന്ന് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സബ്ജക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും നമ്മൾ ആ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. എഡ്യൂകോംസ് എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ നെയിം വരുന്നത്. എഡ്യൂകോംസ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഇതുവരെയുള്ള നെറ്റിന്റെയും SQLന്റെ ഒക്കെ ഫസ്റ്റ് ക്ലാസ്സുകൾ അതിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെ ടീച്ചേഴ്സാണ് എങ്ങനെ ക്ലാസ് എടുക്കുന്നത് എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന 50 hours ക്ലാസ് ആണ്. പിന്നെ അഡീഷണൽ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട് ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ചെയ്യാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താലും മതി. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ നമ്മളെ M.Com എൻട്രൻസ് കോച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. ഡൗട്ട്സ് ഉള്ളവർ മെസ്സേജ് ചെയ്താലും മതി. നമ്മൾ മെസ്സേജ് അല്ല MBA M.Com ഏകദേശം സെയിം ആണോ ചോദിച്ചാൽ സെയിം അല്ല. കാരണം നമ്മൾ കാരണം M.Com എന്ന് പറഞ്ഞാൽ അത് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിനുള്ള PG ആണ് M.Com എന്നുള്ളത്. പക്ഷെ MBA എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനി ഗ്രാജുവേറ്റ്സ് ആണ്, എനി ഡിഗ്രി ആണ് MBA ക്വാളിഫിക്കേഷൻ. MBA എന്നുള്ള ഏതൊരു ഡിഗ്രി സ്റ്റുഡൻസിന് MBA ചെയ്യാൻ പറ്റും. അപ്പൊ MBAക്ക് നമ്മൾ അക്കൗണ്ടിങ്ങും അല്ലെങ്കിൽ നമ്മളെ സ്റ്റാറ്റിങ്ങും നമ്മളെ മാനേജ്മെന്റും ചോദിക്കൂല. അവിടെ ചോദിക്കുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ലോജിക്കൽ റീസണിങ്, ന്യൂമറിക്കൽ സ്കില്ല്, ദെൻ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ദെൻ റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. ഇങ്ങനെയുള്ള ഏരിയാസ് ആണ് MBA എൻട്രൻസ് എക്സാമിന് ചോദിക്കുക. ഏതൊരു യൂണിവേഴ്സിറ്റിന്റെ ആണെങ്കിലും കാറ്ററ്റ് ആണെങ്കിലും ക്യാമാറ്റ് ആണെങ്കിലും ഇപ്പൊ പോണ്ടിച്ചേരി ആണെങ്കിലും അലിഗഡിന്റെ ആണെങ്കിലും ഒക്കെ അവിടെ ചോദിക്കൽ ഈ ജനറൽ ആയിട്ടുള്ള ഈ ഒരു ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് കോംപ്രഹെൻഷൻ ഉണ്ടാവും, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും,
ലോജിക്കൽ റീസണിങ് ഉണ്ടാവും, മാത്തമാറ്റിക്കൽ റീസണിങ് ഉണ്ടാവും, ന്യൂമറിക്കൽ സ്കില്ലും ഉണ്ടാവും. MBA എങ്ങനെ എക്സാമിന് അപ്ലൈ ആക്കാന്നാണ് ചോദിച്ചത്. MBA സിലബസ് അത് MCOMന്റെ സിലബസ് ആണോ? ആ മെസ്സേജ് ചെയ്തൊന്ന് ക്ലിയർ ആയില്ല, ഒന്ന് മെൻഷൻ ചെയ്യുമോ? MCOMന്റെ അത് നമ്മൾ പറഞ്ഞില്ല, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ MCOMന്റെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാവും ഇത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. കാരണം നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇപ്പൊ കോറിലേഷൻ എന്താണ് കൺസെപ്റ്റ്, കോറിലേഷൻ റിഗ്രഷൻ നമ്മൾ ഡിഫറൻസ് എന്താണ്, അതിന്റെ രണ്ടിന് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഇത് കൺസെപ്റ്റ് ക്ലിയർ ആവാത്തതുകൊണ്ടാണ് നമുക്ക് ഈ MCQ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റാത്തത്. നമ്മളോട് ഒരിക്കലും ഡെഫിനിഷൻ എഴുതാൻ പറയില്ല, അല്ലെങ്കിൽ മീനിങ് ഓഫ് ഫ്യൂച്ചേഴ്സ് ഒരിക്കലും എൻട്രൻസ് എക്സാമിൽ എഴുതാൻ പറയില്ല, കാരണം MCQ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പിന്നെ ഒന്ന് ക്വസ്റ്റ്യൻസ് MBA കാറ്റ് ബേസിൽ ആണോ അഡ്മിഷൻ? MBA ഓരോ യൂണിവേഴ്സിറ്റിനും ഓരോ മോഡലാണ്. ഇപ്പം ഹൈദരാബാദ് കാറ്റിന്റെ ബേസിലാണ്, ബാക്കി വരുന്ന പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ കാറ്റും ഉണ്ട്, ഡയറക്റ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. ചില കോഴ്സിന് 50% കാറ്റ്, 50% എൻട്രൻസ് എക്സാം ആണ്. ഇപ്പൊ പുതിയ ന്യൂജൻ കോഴ്സ് എന്നുള്ള രീതിയിൽ MBA പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 3 MBA ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് 3 സെൽഫ് ഫിനാൻസ് ആണ്, അതിന് എൻട്രൻസ് എക്സാമിന്റെ ബേസിൽ തന്നെയാണ്. പിന്നെ ജനറൽ MBA ഫുള്ള് കാറ്റിന്റെ ബേസിലാണ്. അപ്പൊ ഇത് ഓരോ ഇതിന്റെ ബേസിലാണ്. അധികവും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇപ്പം കാറ്റിന്റെ ബേസിലേക്ക് അഡ്മിഷൻ മാറ്റിയിട്ടുണ്ട്. ഹൈദരാബാദ് ഓൾറെഡി കാറ്റിന്റെ ബേസിലാണ് അഡ്മിഷൻ എടുക്കാറുള്ളത്. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ അപ്ലൈ ചെയ്യാൻ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാം. 600 രൂപയാണ് ഓരോ കോഴ്സിനും അപ്ലിക്കേഷൻ ഫീസ് എന്നുള്ളത്. നിങ്ങളെ ഫോട്ടോസ്, സിഗ്നേച്ചർ, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എക്സാമിന്റെ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വരും, നോട്ടിഫിക്കേഷൻ വരും, ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ കോഴിക്കോട്, കൊച്ചി, കോട്ടയം, തിരുവനന്തപുരം എക്സാം സെന്റേഴ്സ് ഉണ്ട്. അവിടെ പോയിട്ട് ഓൺലൈൻ എക്സാംസ് ആണ്, പോണ്ടിച്ചേരിൻ്റെതും ഡൽഹിന്റെ. MCOM ഡിസ്റ്റൻസ് സ്റ്റഡിക്ക് എൻട്രൻസ് എക്സാം ഇല്ല. ഡിസ്റ്റൻസ് സ്റ്റഡിക്ക് അങ്ങനെ എൻട്രൻസ് എക്സാം ഉണ്ടാവാറില്ലല്ലോ. MBA കോച്ചിങ് എൻക്വയറീസ് ഉണ്ട്, നമ്മൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അത് ആലോചിക്കുന്നുണ്ട്, നമ്മളെ ഇൻഫോം ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ അടുത്ത സെന്റർ എവിടെയാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ പ്രോസ്പെക്ടസ് ഇതുവരെ അവർ ഔട്ട് ചെയ്തിട്ടില്ല. ഇത് മുമ്പ് അവർ ഒരു പ്രസ് റിലീസ് ആയിട്ട് ഇറക്കിയതാണ്, അവർ എക്സ്പെക്റ്റഡ് ടൈം എന്നുള്ളത്, എൻട്രൻസിന്റെ എക്സ്പെക്റ്റഡ് ടൈം എന്നുള്ളത്. ഇത് അവർ പ്രോസ്പെക്ടസ് ഔട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ടൈം ഫൈനലൈസ് ചെയ്യുള്ളൂ. ഇതുവരെ അഡ്മിഷനെ കുറിച്ചിട്ട് ഒഫീഷ്യലായിട്ട് അവർ പ്രോസ്പെക്ടസിലാണ് ഈ കാര്യങ്ങളൊക്കെ ഓരോ വർഷത്തെ അഡ്മിഷൻ ഔട്ട് ചെയ്യല്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കഴിഞ്ഞ 2 വീക്സ് മുമ്പ് തന്നെ അവർ പ്രോസ്പെക്ടസ് ഔട്ട് ചെയ്തിരുന്നു. പിന്നെ അതിന് ശേഷമാണ് എക്സാം ടൈം ഡിക്ലെയർ ചെയ്തത്, എൻട്രൻസ് എക്സാമിന്റെ ടൈം. ഡൽഹി യൂണിവേഴ്സിറ്റി ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതിൽ ഈ പ്രാവശ്യത്തെ എക്സാം സെന്റേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കേട്ടോ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ജൂലൈ 26 മുതലാണ് അതിന് കോൾ ചെയ്യാന്നാണ് ഒരു പ്രസ് റിലീസിൽ ഔട്ട് ചെയ്ത്. അപ്പൊ അതിന് ശേഷം എന്തായാലും കോൾ ചെയ്യുള്ളൂ. then ഓഗസ്റ്റ് 2nd വീക്കിൽ എന്തായാലും അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. എഡ്യൂകോംസ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. കോപ്പറേറ്റീവ് ഓഫീസ് ഫൈനലൈസ് ചെയ്തിട്ടില്ല. കോഴിക്കോട് കൊണ്ടോട്ടി ബേസിലിട്ട് ആണ് കോഴിക്കോടാണ് ഓഫീസ് റൂം നോക്കുന്നത്. ഇപ്പൊ ഒരു ലേണിംഗ് അപ്ലിക്കേഷൻസ് ആണ്. ഞങ്ങൾ 4 ടീച്ചേഴ്സ് കൂടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ഓക്കെ, ഇപ്പൊ ഓൾറെഡി പറഞ്ഞ 4-5 കോഴ്സുകൾ അതിൽ നടക്കുന്നുണ്ട്. ആ PUന്റെ കരൈക്കൽ ക്യാമ്പസ്ക്കും മെയിൻ ക്യാമ്പസ്ക്കും ഒറ്റ എക്സാം ആണ്. എൻട്രൻസ് എക്സാമിൽ ഏറ്റവും ടോപ്പ് കിട്ടുന്നവരാണ് മെയിൻ ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടുക.
പിന്നെ ബാക്കി മെയിൻ ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ബാക്കിയുള്ളവരാണ് കരേക്കലിൽ അഡ്മിഷൻ എടുക്കുക. ആദ്യം ഏറ്റവും ടോപ്പ് കിട്ടുന്നവർ മെയിൻ ക്യാമ്പസിലാണ് അഡ്മിഷൻ എടുക്കുക. അപ്പം മെയിൻ ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിൽ വരണം, ഏറ്റവും ഫസ്റ്റിൽ തന്നെ വരണം, എങ്കിലും മെയിൻ ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. റിസർവേഷൻ ഉണ്ട്. ഒ ബി സിക്ക് ഏകദേശം ഏകദേശം 27% ഞാൻ മുമ്പ് കണ്ടിരുന്നു. ഒ ബി സി റിസർവേഷൻ ഉണ്ട്. പിന്നെ EWS ഉണ്ട് 10%. ഹാൻഡിക്യാപ്ഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 5% ഉണ്ട്. പിന്നെ പോണ്ടിച്ചേരിയിലാണെങ്കിൽ ചില കോഴ്സിനൊക്കെ ഇപ്പൊ MCOM ഉണ്ട് 20 or 25%. ആ പോണ്ടിച്ചേരി യൂണിയൻ ടെറിറ്ററി ഉള്ള സ്റ്റുഡൻസിന് റിസർവേഷൻ ഉണ്ട്. കാരണം ഇത് പോണ്ടിച്ചേരി എന്നുള്ള ആ ഒരു ലൊക്കാലിറ്റിക്ക് ആയിട്ടാണ് ആ ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ അതിന്റെ ആ ഒരു യൂണിയൻ ടെറിറ്ററി ഉള്ള സ്റ്റുഡൻസിന് 20 or 25% റിസർവേഷൻ ഉണ്ട്. അതും ഈ നമ്മളെ റാങ്ക് ലിസ്റ്റ് നിന്നാണ് റിസർവേഷൻ കൺസിഡർ ചെയ്യാം. റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിൽ നമുക്ക് റിസർവേഷനിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. റിസർവേഷനിൽ മാത്രമായിട്ടല്ല, റാങ്ക് ലിസ്റ്റിൽ വരണം. റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ വന്നിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് റിസർവേഷൻ നോക്കുക. Any more doubts? റാങ്ക് ലിസ്റ്റ് വരാൻ ഇപ്പൊ 91 ആണ് ബിസിനസ് ഫൈനാൻസിന്റെ സീറ്റ് എന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മളൊരു 15 അടുത്ത റാങ്ക് നമ്മൾ കാണേണ്ടി വരും. എന്നെങ്കിൽ ഈസി നമുക്ക് ഷുവർ ആവും മെയിൻ ക്യാമ്പസ് ഉണ്ട് എന്നുള്ളത്. എബോവ് 60 എബോവ് പോയി കഴിഞ്ഞാൽ മറ്റുള്ള റിസർവേഷൻ ഒക്കെ നമ്മൾ മുന്നേ വരികയാണെങ്കിൽ അത് നമ്മളെ ബാധിക്കും. 50 or 60 എയിം ചെയ്യണം റാങ്ക് ലിസ്റ്റ്. ലാസ്റ്റ് സമയത്ത് നമ്മളുള്ള സമയത്തൊക്കെ 80-85 വരെ മെയിൻ ക്യാമ്പസിൽ കിട്ടിയിട്ട് ആദ്യം എല്ലാവരും നോക്കും മെയിൻ ക്യാമ്പസിൽ അഡ്മിഷൻ ആണ്. കരേക്കലാണെങ്കിൽ ചില ആൾക്കാർ കരേക്കലിൽ ചിലപ്പോൾ അഡ്മിഷൻ എടുക്കൂല. അപ്പം കരേക്കൽ നമ്മൾ 120 or 110 ആണെങ്കിൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടും. പക്ഷെ മെയിൻ ക്യാമ്പസിൽ ഫസ്റ്റിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ വരണം. പിന്നെ ചില പേർക്ക് ഇപ്പം പോണ്ടിച്ചേരിയിലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും, അലിഗഡും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും, ഹൈദരാബാദും ഉണ്ടാവും, ഡൽഹിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് ബെസ്റ്റ് ചൂസ് ചെയ്യും. അപ്പം ചാൻസ് ഉണ്ട് പോണ്ടിയിൽ തന്നെ മെയിൻ ക്യാമ്പസിൽ കിട്ടാൻ. ബാക്കി റാങ്ക് ലിസ്റ്റിലുള്ളവരെല്ലാവരും മെയിൻ ക്യാമ്പസിൽ അഡ്മിഷൻ എടുക്കും. അപ്പൊ ആ ഒരു 50 or 60 എയിം ചെയ്യണം. Then any more doubts? ഇപ്പൊ എന്തായാലും ഞങ്ങൾ വാട്സപ്പിൽ ബാക്കി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക, ചോദിക്കുക. പിന്നെ നമ്മളെ കോഴ്സിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. 1500 MCOM എൻട്രൻസ് കോച്ചിങ്ങിൻ്റെത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗ്യാരണ്ടി ചെയ്യും. എല്ലാ കോഴ്സിന്റെ ഡീറ്റെയിൽ നോട്ട്സും വീഡിയോസ് അടക്കി റെക്കോർഡ് വീഡിയോസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും നമ്മളെ ലേണിംഗ് ആപ്ലിക്കേഷൻസിൽ. അപ്പം താല്പര്യമുള്ളവര് ആ MBAൻ്റെത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇപ്പൊ MCOMന്റെ ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. MBAന്റെ എൻക്വയറീസിൽ ഉണ്ട്. അപ്പം വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയും നേരം ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഗ്രൂപ്പിൽ തുടരുക. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. നമ്മൾ അഡീഷണൽ ആയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ എൻട്രൻസിന്റെ അപ്ലിക്കേഷനെ കുറിച്ചിട്ടും ബാക്കിയുള്ള അപ്ഡേഷൻസ് നമ്മൾ അതിൽ ഇൻഫോം ചെയ്യേണ്ടത്. നെഗറ്റീവ് മാർക്ക് 1 മാർക്കാണ് നെഗറ്റീവ്. കറക്റ്റ് ആൻസറിന് 4 മാർക്കും റോങ് ആൻസേഴ്സിന് -1 ആണ്. അപ്പൊ നാളെ തെറ്റിച്ചു കഴിഞ്ഞാൽ ഒന്ന് കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയി പോകും. ദെൻ വേറെ കൂടുതൽ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. Then താങ്ക് യു all of you. Thank you.